ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു വിഷയമാണ്. നമുക്ക് എല്ലാവരെയും അറിയാം മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് ചാമ്പ്യനെ. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്കില്ലല്ല, കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ വിൽ പവറാണ്. അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം ഇതാണ്, ഒരാൾ നമ്മളെ ഇടിച്ച് താഴെ ഇട്ടാൽ അതിന് കാരണം നമ്മുടെ സ്കില്ലിൻ്റെ കുറവാണ്. പക്ഷെ താഴെ വീണ് കിടക്കുന്നയാൾ വീണ്ടും എഴുന്നേറ്റ് വരണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പം അതുകൊണ്ട് സ്കില്ലിനേക്കാളും കൂടുതലാണ് കോൺഫിഡൻസിൻ്റെ സാധ്യതകൾ. അപ്പം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡാൻ സെബാസ്റ്റ്യനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. 5ാമത്തെ ട്രെയിനിങ് ആണ് ഡാൻ്റെ ഈ കുട്ടി മനസ്സുകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ വളരെ കോൺഫിഡൻസോടെ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഡാനിനെ വെൽക്കം ചെയ്യാണ്. ഡാൻ, യു ആർ വെൽക്കം. Thank you so much, Sabu sir, for inviting me. Respected Sabu sir, all other members of Matinee webinar, and my dear friends. First of all, thanks to God Almighty for giving me this day and bringing us all together here. Thanks to Sabu sir for giving us this wonderful platform. With all your blessings and prayers, I start my session. നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഒരു കഥയിലൂടെ ആരംഭിക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അച്ഛനമ്മമാർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിവില്ലായിരുന്നു. അവര് അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അവൻ താമസിച്ചിരുന്ന വീടിന് മേൽക്കൂര പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, ചെറിയൊരു കാറ്റോ മഴയോ മതി എല്ലാം തീരാൻ. പക്ഷെ അവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഡു ഐ ഡിസേർവ് ദിസ്? ഇങ്ങനൊരു ജീവിതം അല്ലെങ്കിൽ ഇതാണോ എനിക്ക് വിധിച്ചിട്ടുള്ളത്? ഷുഡ് ഐ ജസ്റ്റ് കണ്ടിന്യൂ ടു മൂവ് ഓൺ ലൈക്ക് ദിസ് ഫോർ എവർ? എന്റെ ജീവിതത്തിലെ ഈ നിമിഷം മുതൽ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകണമോ? അവൻ എപ്പോഴും പറയാറുള്ളതും ചിന്തിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്, ഈ ലോകത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. സോ ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. സ്റ്റെപ്പ് നമ്പർ 1 അവൻ ചെയ്തത് എന്താ നിങ്ങൾക്ക് അറിയുമോ? He started collecting books from his nearby neighbors and read them under the street light. എല്ലാവരും സ്വാഭാവികമായി ചിന്തിച്ചു, ഇവൻ എന്തൊരു വിഡിത്തമായി കാണിക്കുന്നത്, 4 അക്ഷരം പഠിക്കാനുള്ള സമയത്ത് ഇവൻ എന്താ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവന്റെ ബുള്ളീസിന് ഇവനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അസ്ത്രം എന്താ നിങ്ങൾക്ക് അറിയുമോ? എന്ത് പറഞ്ഞാണ് അവൻ എപ്പോഴും ആൾക്കാർ കളിയാക്കിയിരുന്നത്, വേദനിപ്പിച്ച നിങ്ങൾക്ക് അറിയാമോ? അവൻ ഒരു വിക്കനായിരുന്നു. ആ ഒരു കാരണം അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. പക്ഷെ അവൻ അതും മാറ്റിയെടുത്തു. അതിനുവേണ്ടി അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവൻ നേരെ ബീച്ചിലേക്ക് പോയി തിരമാലകളോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. ആർത്തിരമ്പുന്ന തിരമാലകളോട് അവൻ സംസാരിച്ച് തന്റെ വിക്ക് ഒരുവിധമൊക്കെ മാറ്റിയെടുത്തു. എല്ലാവരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് നമുക്കൊന്നും ഊഹിക്കാനാവാത്ത, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അൺഇമാജിനബിൾ പൊസിഷനിലേക്ക് ഈ ചെറിയൊരു കുട്ടി എത്തിത്തീർന്നു. ആ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാൻ കഴിയുമോ? അബ്രഹാം ലിങ്കൺ, യുഎസ്എ പ്രസിഡന്റ്. അബ്രഹാം ലിങ്കൺ തന്നെ, the 16th president of United States of America, the epitome of motivation. ഇന്ത്യക്ക് ഡെമോക്രസിയുടെ വ്യാഖ്യാനം നൽകിയത് എബ്രഹാം ലിങ്കൺ ആണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. യെസ് ഇൻഡീഡ്. പക്ഷേ അമേരിക്കയിലെ എല്ലാവരാൽ അവഗണിക്കപ്പെട്ട ഈ ഒരു ചെറിയൊരു ബാലന് ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? വെറുതെ ഒരു പിൻ വെച്ചിട്ട് ഒരു ബലൂൺ പൊട്ടിക്കുന്ന പോലെ അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്? അല്ല, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. സച്ച് നമ്പർ 1 സിറ്റിസൺ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് എത്തിത്തീരാൻ പറ്റുമെങ്കിൽ നമ്മളും ചിന്തിക്കുക, നമ്മളും ആളും തമ്മിലുള്ള ഒരു ചെറിയൊരു കോമൺ ഫാക്ടർ, നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലാണ് നമുക്ക് അത്രയും വലിയൊരു ട്രെമണ്ടസ് പൊസിഷനിലേക്ക് എത്തിത്തീരാൻ കഴിയുക. സോ യു ക്യാൻ അൺലോക്ക് ദ മെയിൻ ടോപ്പിക് ഫോർ ടുഡേ. എന്താണ് അദ്ദേഹത്തിനെ ഈ ഒരു മോട്ടിവേഷനിലേക്ക് പിന്നിൽ നയിച്ചത്? അദ്ദേഹത്തോട് തന്നെയുള്ള ഒരു എന്താണ്? കോൺഫിഡൻസ്. ഒരു കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് ഇസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിറ്റർമിനേഷൻ. We will be discussing this further in our session. Let's get back into action. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടെ ഞാൻ എന്റെ PPT ഷെയർ ചെയ്യുകയാണ്.
വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വെൽക്കം സ്ലൈഡ്? ഓക്കെ സർ. ഇത് ബ്രാൻഡ് ഇന്നത്തെ വിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് സെൽഫ് കോൺഫിഡന്റ് പീപ്പിൾ, മിഷൻ എംപവർമെന്റ് ആൻഡ് ട്രാൻസ്ഫർമേഷൻ. ഒരു മനോഹരമായ വീഡിയോ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന ഈ കാര്യം എന്താ നമുക്കറിയാം. പ്രധാനമായി 2 കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ആരോ ആസിഡ് ഒഴിച്ച ആ കുട്ടിയെ റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് ഇട്ടത്. തന്റെ ഡ്രീംസ്, തനിക്ക് ഫുട്ബോളിനെ കുറിച്ചുണ്ടായ സ്വപ്നങ്ങൾ, അതെല്ലാം നിശ്ചലമായി പോയി. ഇനി തന്റെ ജീവിതം, തനിക്കിനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ച ആ ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വന്നത് ഈ കോച്ചാണ്. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ആളൊരു ഫുട്ബോൾ ചാമ്പ്യൻ ആവുമായിരുന്നോ എന്നുമാൽ റൂമിൽ തന്നെ ഇരുന്നെങ്കിൽ? ആരോ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇപ്പോ, നമ്മൾ ആദ്യം കണ്ട കുട്ടിക്ക് ഇപ്പോ ഒരു ചാമ്പ്യൻ ആകാൻ കഴിഞ്ഞത്. പിന്നീട് ഈ ടീമിന് എന്തുകൊണ്ടാണ് മുൻപ് ഒരു ട്രോഫിയും എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾക്ക് അറിയുമോ? ബിക്കോസ് ദേ ലാക്ക് ദ സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു. സോ വി ഹാവ് ജസ്റ്റ് സീൻ എ കോച്ച് ദാറ്റ് മോട്ടിവേറ്റ്സ് എ ടീം ദാറ്റ് നീഡഡ് സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് അവരുടെ സ്കില്ലിലേക്കുള്ള പാത്ത് തുറന്നു കാട്ടിയത് നമ്മൾ ഈ പറഞ്ഞ ഈ ഫുട്ബോൾ ടീം കോച്ചാണ്. നിങ്ങൾ ബൊണാപാർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നെപ്പോളിയൻ ബൊണാപാർട്ടെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നത്തിങ് ഇസ് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ ഇസ് ദ വേർഡ് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ് എന്ന്. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് എതിരെ നിന്നാലും, നീ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാലും നിനക്കൊരു കാര്യം നേടാൻ കഴിയും. എങ്ങനെ? നിന്റെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ. സോ ഇന്നത്തെ ടോപ്പിക് സെൽഫ് കോൺഫിഡൻസ്, ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് സക്സസ്. സാബു സാർ എന്റെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ഒന്ന് റീഡ് ചെയ്യാമോ? After the training session, all the participants will tell 6 characters of self-confidence for self-awareness. Yes, sir. After the training session, all the participants will tell 6 characteristics of self-confidence for self-awareness. അപ്പോ ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അതിലേക്ക് എത്തിത്തീരണമെങ്കിൽ അവൻ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്, അവന് ബാക്കിയുള്ളവരിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യത്തിലേക്ക് കിടക്കാം. ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ചിന്തകൾ പറയാമോ? അക്സെപ്റ്റിംഗ് ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. എന്താണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കുറച്ച് തോട്ട്സ്? ശശികുമാർ സാറിന് പറയാൻ കഴിയുമോ ഒരു തോട്ട്? ഇയാൾക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, നല്ല പുഞ്ചിരിയോടെയാണ് നോക്കിക്കാണുന്നത്. യെസ് സർ. സോ വൈ ഷുഡ് വി അക്സെപ്റ്റ് ആൻഡ് ട്രസ്റ്റ് അവർ സെൽഫ്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഉളവാക്കേണ്ടത്? ബിക്കോസ് ട്രസ്റ്റിംഗ് യുവർ സെൽഫ് മീൻസ് ഏബിൾ ടു attempt to do all kinds of things without judging yourself too harshly. ഈ പറഞ്ഞ സെന്റൻസിന് 3 കാര്യങ്ങൾ ഒരു എസ്സേ എഴുതാണ്ട് അത്രയുണ്ട്. ഒന്ന്, ബീങ് ഏബിൾ ടു ഡു, എന്തും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു എബിലിറ്റി. എന്തിനാണോ പേടി അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും കോൺകർ ചെയ്യുക എന്നുള്ളൊരു മനസ്ഥിതി. അറ്റംപ്റ്റ് ടു ഡു ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. നമുക്ക് എന്തിനാണോ പേടി, ആ പേടിയെ നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. ആൾക്കാരുടെ കണ്ണിൽ നോക്കി പ്രസംഗിക്കാൻ കഴിയും. പ്രസംഗിച്ച് നമ്മൾ തെറ്റുപറ്റും, ആരെന്ത് വിചാരിക്കോ, നമ്മൾ ഓഡിയൻസിനെ പറ്റി ചിന്തിക്കും. അപ്പോ ആ നിമിഷം ആള് പതറിപ്പോവും. അതുകൊണ്ടാണ് ഒരു സ്റ്റേജിലും ആ ആൾക്ക് പിന്നെ കയറാൻ കഴിയാത്തത്. അപ്പോൾ തന്റെ ആ ഫിയറിനെ അയാൾക്ക് കോൺകർ ചെയ്യണമെങ്കിൽ അയാൾ എന്താണ് ചെയ്യുക? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ആ സ്റ്റേജ് ഫിയർ ആണ് തന്റെ ആ വീക്ക്നെസ് എങ്കിൽ അത് തന്നെ ചെയ്യണം. അത് തന്നെ ചെയ്തിട്ട് മാത്രമേ പേടിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഒരാൾക്ക് പേടി വരാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് അറിയുമോ? ജഡ്ജിങ് യുവർ സെൽഫ് ടു ഹാർഷ്ലി. ഞാൻ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോവോ? അതോ ഈ 3 മിനിറ്റ് എനിക്ക് കാണാണ്ട് പറയാൻ കഴിയുമോ? ഇനി എന്നെക്കാൾ വെറുതെ ആയിട്ടുള്ള എത്രയോ പേര് അവിടെയുണ്ട്, അവന് പറഞ്ഞുകൂടെ എന്നുള്ളൊരു ചിന്ത. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് സക്സസ് ആവോ? ഇല്ല. പിന്നെ നമ്മൾ സ്മൈൽ ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് പിടികിട്ടും ഇവന് കോൺഫിഡൻസ് ഇല്ല എന്ന്. സോ ഏതൊരു പ്രസംഗ പരിശീലനത്തിന് നമ്മൾ പോയാലും അവർ നമ്മളോട് സ്മൈൽ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് വൈ? എന്തിനാണ് നമ്മൾ സ്മൈൽ ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ മാസ്ക്.
നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് ഓഡിയൻസ് ധരിപ്പിക്കാൻ ഉള്ള ഒരു മാസ്ക് ആണത്. അത് നമ്മുടെ ഫിയറിനെ ഹൈഡ് ചെയ്യും. ശരിയല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോഴും നമ്മൾ ചിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മുടെ പേടി ഉള്ളിൽ ഒളിപ്പിച്ച് സെൽഫ് കോൺഫിഡൻസോടുകൂടി സംസാരിക്കുമ്പോൾ വാക്കുകൾ അനർക്കനർഗളമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരിക തന്നെ ചെയ്യും. സോ ഇറ്റ് വുഡ് ബി എ ഡെഫിനറ്റ് സക്സസ് ആൻഡ് വിന്നിംഗ് ഗെയിം ഫോർ ദാറ്റ് ഗൈ. നിങ്ങൾ ജിൽമോളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിൽ ഒരു ജിൽമോൾ, തൊടുപുഴ നിവാസി. ഷി വാസ് ബോൺ വിത്തൗട്ട് ഹാൻഡ്സ്. കൈകളില്ലാതെ, ജന്മന കൈകളില്ലാതെ ഉള്ള ഒരാളാണ് ജിൽമോള്. പക്ഷെ ജിൽമോൾക്ക് ഒരു ആഗ്രഹമുണ്ട് ലൈഫിൽ, കാർ ഓടിക്കണമെന്ന്. നമ്മളൊന്ന് മാനസികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. കൈകളില്ലാണ്ട് കാർ ഓടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്? ഈസി അല്ല, അല്ലായിരുന്നു ടിൽ ജിൽമോൾ. നമുക്കിനി കണ്ടറിയാം ഹൗ ജിൽമോൾ ഓവർകെയിം ഹെർ ഡിഫിക്കൽട്ടീസ്, ഹൗ ഷി ഓവർകെയിം ഓർ ഓഡ്സ്. തന്നെ ടീസ് ചെയ്തവർക്കൊക്കെ താൻ നല്ല സൂപ്പർ ആയിട്ടൊരു മറുപടി കൊടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനുശേഷം നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ? Meet Jilmol Marriott Thomas, a graphic designer from Thodupuzha, Kerala. She is suffering from thalidomide syndrome and born without hands. Even daily routine tasks appear insurmountable for her. Despite this, Jilmol has emerged triumphant, capable of managing things on her own, and she even learned driving. She drives her car with ease using just her legs. Driving a vehicle had been her dream since her childhood. On Women's Day, TNI spoke to Jilmol, where she shares her inspirational life story and also her efforts to get the driving license. നമസ്കാരം, ഞാൻ ജിൽമോൾ മരിയ തോമസ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. വിയാനി പ്രിൻറ്റിങ്സിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 6 വർഷമായി ഗ്രാഫിക് ഡിസൈനർ മേഖലയിലുണ്ട്. 4 വർഷമായിട്ട് വിയാനി പ്രിൻറ്റിങ്സിൽ, എറണാകുളം വിയാനി പ്രിൻറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നു. ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു കാർ ഓടിക്കണം എന്നുള്ളത്. അതിൽ ആയിട്ട് ആദ്യമേ 2014 ഞാൻ തൊടുപുഴ RTOനെ സമീപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു ആളുടെ ലൈസൻസിൻ്റെ കോപ്പിയായിട്ട് വരാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് വിക്രം അഗ്നിഹോത്രി. അതിനുശേഷം 2018 ഞാനും ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. 2018 മുതൽ 2018 എനിക്ക് കോർട്ട് ഓർഡറായി. അത് പ്രകാരം തൊടുപുഴ RTOയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കാറ് വാങ്ങി, ഓൾട്രേഷൻസ് ഒക്കെ വരുത്തി. പക്ഷേ കാർ ഇതുവരെയായിട്ടും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് ഈ നിരത്തിലൂടെ കാർ ഇറക്കാൻ പറ്റും, കാർ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത എനിക്കുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാർ ഓടിക്കുക മാത്രമല്ല പക്ഷേ ജിൽമോൾ ചെയ്യുന്നത്. ആൾക്ക് ഒരു പ്രൊഫഷണൽ ജോലിയുണ്ട്. ഷീ ഈസ് എ പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് ഓൾസോ എ കാർട്ടൂണിസ്റ്റ്. കൈകൾ ഉള്ള ഈ ലോകത്ത് അതും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ നിന്നൊക്കെ മാറി നിന്ന് റിജക്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ജിൽമോളെ പോലുള്ളവരും ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. ജിൽമോളുടെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ജിൽമോളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അറിയോ കാര്യങ്ങള്? ചൈൽഡ്ഹുഡ് തിങ്സ് എന്തായിരുന്നു ആളുടെ പോയിന്റ് ഓഫ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന ആ ഒരു ടൈമിങ്? ഞാൻ പറയാം. ജിൽമോളുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. കുട്ടിയെ വളർത്താൻ ഇനി ഫോർച്യൂൺസ് വീട്ടിലില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ജിൽമോളെ ഒരു കോൺവെന്റിൽ ഏൽപ്പിച്ചു. അപ്പോ ജീവിതത്തിലുള്ള തന്റെ സകല ആഗ്രഹങ്ങളും തന്റെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട് താൻ വെറും ഒരു ഓർഫനായി പോയ എന്നുള്ള ചിന്താഗതിയോട് കൂടെ ഇരിക്കുകയായിരുന്നു ജിൽമോൾ. പെട്ടെന്ന് ജിൽമോൾ ആ കാഴ്ച കണ്ടു. ഒരു സിസ്റ്റർ, ആ കോൺവെന്റിലെ ഒരു സിസ്റ്റർ എന്തോ കാരണം കൊണ്ട് ഒരു ബുക്ക് താഴെ ഇട്ട് ചവിട്ടുന്ന കണ്ടു. പക്ഷെ ജിൽമോൾ അധികം ആലോചിക്കാനില്ല. ജിൽമോളുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു തോട്ട്, ഒരു കുഞ്ഞൊരു തോട്ട് ഇങ്ങനെ കടന്നു വന്നു. സൺഷൈൻ. അതിങ്ങനെയായിരുന്നു,
ഐ എം ഡിപ്രൈവ്ഡ് ഓഫ് ഹാൻഡ്സ്. എനിക്ക് കൈകളില്ല, പക്ഷെ എനിക്ക് കാലുകളുണ്ട്. ആ കാലുകൾ കൊണ്ട്, കൈകൾ കൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നത് എനിക്ക് ഉള്ള കാലുകൾ കൊണ്ട് ചെയ്താൽ എന്താ കുഴപ്പം? ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ ലൈഫ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യനെയും കൈയും കാലും ഇല്ലാത്തൊരു മനുഷ്യനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. വീണ്ടും അവിടെ ഒരു ഫിയർ ഉണ്ട്. ഈ ഫിയർ മാറ്റിയിട്ട് നമ്മൾ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ യു ക്യാൻ ഡു ഡബിൾ ഓഫ് വാട്ട് ഈസ് പൊസസ്ഡ് ബൈ എ ഫുൾ ഹെൽത്തി പേഴ്സൺ. സോ യു മസ്റ്റ് ബി കോൺഫിഡന്റ് അഗെയിൻ. ഇഫ് യു ഹാവ് എ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, നമുക്ക് എന്താണ് ലാഭം? നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇഫ് യു ഹാവ് എ ട്രസ്റ്റ് ഇൻ അവർ സെൽഫ്, എന്തായിരിക്കും? നമുക്ക് നമ്മളിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് റോയ് സാറിന് പറയാൻ കഴിയുമോ? If you want a trust in yourself, we must attempt and challenge all what we fear. So, if we want a trust in ourselves, അതിനൊരൊറ്റ പോംവഴിയേ ഉള്ളൂ. അറ്റംപ്റ്റ് ആൻഡ് ചാലഞ്ച് ഓൾ വാട്ട് വി ഫിയർ. എന്തിനാണോ നിനക്ക് കഴിയില്ല എന്ന് നീ വിചാരിക്കുന്നത്, എന്തിനാണോ നമുക്ക് പറ്റില്ല എന്ന് നിന്റെ മനസ്സ് പറയുന്നത്, അതിനെ നീ കീഴ്പ്പെടുത്തുക. രാമായണത്തിൽ ദശരഥൻ രാമനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിനെ കീഴടക്കുകയാണെങ്കിൽ, ഇഫ് യു കോൺകർ യുവർ ഓൺ മൈൻഡ് സെറ്റ് ആൻഡ് യുവർ ഡ്രീംസ്, സാമ്രാജ്യങ്ങൾ സ്വയം കാൽക്കൽ വന്ന് കുമ്പിടുമെന്ന്. ഹാർഷ് സെൽഫ് ജഡ്ജ്മെന്റ് ഗീവ്സ് us നെഗറ്റീവ് ഫീലിങ്സ്. നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നമ്മളെ തന്നെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. ഹാർഷ് സെൽഫ് ജഡ്ജ്മെന്റ് അത് നമുക്ക് ക്രിസ്മസ് പ്രസന്റും ദീപാവലി പ്രസന്റും ഒക്കെ ആൾക്കാർ തരില്ലേ? ഓരോരോ ദിവസങ്ങളിൽ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴും ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വരുമ്പോഴും ഒക്കെ കല്യാണത്തിനും എൻഗേജ്മെന്റിനും ഒക്കെ ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവരാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഹാർഷായിട്ട് സെൽഫ് ജഡ്ജ്മെന്റ് ചെയ്താൽ നമുക്ക് 3 തരത്തിലുള്ള ഗിഫ്റ്റ് ആണ് കിട്ടുക. ആങ്സൈറ്റി വരും, ഡിപ്രഷൻ വരും, ആങ്കർ വേണ്ട. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വരുന്നത് ഡോപ്പമിൻ ആയിരിക്കും, ഇല്ലെങ്കിൽ അഡ്രിനാലിൻ. നമുക്ക് കിട്ടേണ്ട സമാധാനം, ശാന്തി, സന്തോഷം, ഈ 3 പകരം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് ആങ്കർ. സോ everyone tell me, is harsh judgment good for you? Is negative feelings good for you? Do you want a change? Yes. Yes, definitely we want a change to attain success in our own life. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ 4 മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ ടോട്സ് മെമ്പറാണ്, ടോട്സ് 25th. അപ്പോ അവര് ഏകദിന പ്രസംഗ പരിശീലന ക്യാമ്പിൽ സ്റ്റേജ് ഫിയർ കുറയ്ക്കാനൊക്കെ അവര് മീറ്റിംഗ്സ് വിളിക്കും, ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് ടോട്സ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. ഞാനിപ്പോ ഓർക്കുകയാണ്, ഈ തൃശ്ശൂർ ഹോട്ടൽ റീജൻസിയിൽ പോയപ്പോ അവിടെ ഒരു പിക്ക് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. ലോകത്തുള്ള ഏത് കാര്യം വേണമെങ്കിലും, കാറോ ബസ്സോ സൈക്കിളോ ഫ്രൂട്ടോ വെജിറ്റബിളോ എന്തിന്റെ പേര് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കടലാസിൽ എഴുതി വെക്കാം. അതിനെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വേദിയിൽ. ഞാൻ ഒഴികെയുള്ള ബാക്കിയുള്ളവരൊക്കെ സൂപ്പറായിട്ട് സംസാരിച്ചു, ഞാൻ മാത്രം അവിടെ മാറിയിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര കരച്ചില്. കാരണം ഞാൻ ആദ്യമായിട്ടാണ്. ആൾക്കാർ എന്ത് വിചാരിക്കോ, പെട്ടെന്ന് ഒരു ടോപ്പിക് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോലും സമയമില്ല, വരിക, നിൽക്കുക, മൈക്ക് എടുക്കുക, സംസാരിക്കുക. അവിടെ ഓൾറെഡി 30 to 50 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫെൽറ്റ് എ ലോസ് ഫോർ മൈസെൽഫ്. ഐ ഹാഡ് നോ കോൺഫിഡൻസ്. പക്ഷേ അവിടെ എന്നെ സഹായിക്കാൻ എത്തിയത് സുധാ സാറും എന്റെ ടോട്സ് ബാച്ച്മേറ്റ്സും ആണ്. അവർ എന്നെ കറേജസ് ആക്കി മാറ്റി. എനിക്കില്ലാതിരുന്ന ഫോർട്ടിറ്റ്യൂഡ്, എനിക്കില്ലാതിരുന്ന ഒരു കോൺഫിഡൻസ് അവർ തന്നു. ഒരുപക്ഷെ അന്നവർ എന്നെ റിജക്ട് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനോ അതോ അവരെ കുറിച്ച് പറയാനോ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാനോ എനിക്ക് കഴിയുമായിരുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് സംടൈംസ് സെൽഫ് കോൺഫിഡൻസിലേക്കുള്ള വഴി ബാക്കിയുള്ളവരായിരിക്കും നിങ്ങളെ അതിലേക്ക് നയിക്കുക. ഐ വാസ് അഫ്രേഡ് ബിക്കോസ് ഐ ഹാഡ് നോ ട്രസ്റ്റ് വിതിൻ മൈസെൽഫ്. ബട്ട് ബിക്കോസ് ഓഫ് മൈ ഫ്രണ്ട്സ് ഓൺലി ഐ കുഡ് ഡു എ സൂപ്പർ പ്രസന്റേഷൻ. പിന്നെ എനിക്ക് ഒരു സ്റ്റേജിൽ വരുമ്പോഴും യാതൊരുവിധ കോൺഫിഡൻസ് കുറവും എനിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസരത്തെ പറ്റി പറയാൻ പറ്റുമോ? വിജയരാമൻ സാറിന് അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് പെട്ടെന്ന് സ്റ്റേജ് ഫിയർ വന്നിട്ട് അല്ലെങ്കിൽ
കോൺഫിഡൻസ് ബാക്കിയുള്ളവരിൽ നിന്ന് സാറിന് കിട്ടിയ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരുപാട് ഷൈ ആയിട്ടുള്ള ആളായിരുന്നു. ഞാൻ അത് I was put into a organization, so I need to give speech. And once I was totally failed, then I rose up. Yes, sir. So now, how are you feeling, sir? Now I feel happy. I can speak with anybody now. In the lot of thousands, 10,000s of people I can speak. That's a nice improvement, sir. So, സാറ് പറഞ്ഞതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഫോർമുലയാണ് ഡു മോർ ഓഫ് ദ തിങ്സ് ആൻഡ് ഡെവലപ്പ് വാട്ട് യു ആർ ഗുഡ് അറ്റ് ആൻഡ് ഹാവിംഗ് സ്കിൽ. എന്തിലാണോ നമുക്ക് സ്കില്ലുള്ളത്, എന്തിലാണോ എനിക്ക് കഴിവുള്ളത്, എന്തിന്റെ പുറകെ പോയാലാണോ എനിക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറയുന്നത്, ഇനി നിന്റെ മനസ്സ് പറയുന്നത് അതിന്റെ പുറകെ മാത്രം പോവുക, അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ പല വഴിക്ക് പോയാൽ പെരുവഴിയാവും, പല വഴി പെരുവഴി. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മൾ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരാള് തന്റെ രണ്ട് കാല് രണ്ട് വഞ്ചിയിലേക്ക് വെച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? വഞ്ചി രണ്ടും രണ്ട് സൈഡിലേക്ക് പോവുകയാണ്. അയാളാണെങ്കിൽ രണ്ട് കാലും രണ്ട് വഞ്ചിയിൽ ഇട്ടു ഇരിക്കുകയാണ്. എന്തായിരിക്കും അവസാനം സംഭവിക്കുക? ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആള് നടുവേ കീറിപ്പോവാണ്. സോ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചെറുതായിരിക്കുമ്പോ തന്നെ ഒരു അംബിഷൻ, ഒരു ആരോ, ഒരു പോയിന്റ് നിങ്ങൾ വിചാരിക്കുക. ചെറുപ്പമായിരിക്കുമ്പോ തന്നെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് കമ്മീഷണർ ആവണമെന്നും, അടുത്തൊരു പടം കണ്ടിട്ട് കളക്ടർ, അടുത്ത പടത്തിൽ ഡോക്ടർ, അടുത്ത പടത്തിൽ എനിക്ക് വക്കീലാവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവസാനം ഞാൻ ടോട്ടൽ ഫെയിലിയർ ആയി പോകും. അങ്ങനെ ഉള്ള ഒരു അവസരത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ഞാന് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും കൂടെ ഒരാഴ്ച ഡൽഹിക്ക് പോയി. ഡൽഹിയുടെ ആ ടൂറിന് ശേഷം അപ്പൊ തന്നെ ഒരു നിമിഷ പ്രസംഗം ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ സ്കൂളിൽ ഞാനായിരുന്നു, വേറെ ആരും അങ്ങനെ കോൺടസ്റ്റിന് ഇല്ലായിരുന്നു. അപ്പൊ മിസ് പറയാൻ എന്നെ പേര് സജസ്റ്റ് ചെയ്തു. ഞാൻ അപ്പയുടെ കൂടെ വരന്തരപ്പള്ളി പോയി. എന്നിട്ട് സിവിയർ സ്റ്റേജ് ഫിയർ ആയ കാരണം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കാരണം ടോട്ടലി ഡിപ്രസ്ഡ് ആയി. പിന്നെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾക്ക് അറിയാലോ റിയാക്ഷൻ. നന്നായിട്ട് എല്ലാം പഠിപ്പിച്ചൊക്കെ വിട്ടിട്ട് അവസാനം വല്ലാത്ത ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്, ഒന്നും പറയാൻ കിട്ടാത്ത ഒരു അവസ്ഥയിലെ മയക്കിന് മുമ്പിൽ നിന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ഞാൻ അപ്പോഴും എന്റെ കോൺഫിഡൻസ് വിട്ടിരുന്നില്ല. അടുത്ത ദിവസം ഞാൻ ഇതുവരെ ചെയ്യാൻ പോകാത്തൊരു കാര്യം ഞാൻ ട്രൈ ചെയ്യുകയായിരുന്നു. ജാവലിനേർ നിങ്ങൾക്ക് അറിയില്ല? ജാവലിൻ അറിയില്ല? നീരജ് ചോപ്ര ഒക്കെ എറിഞ്ഞു കണ്ടിട്ടില്ല ജാവലിൻ കോമ്പറ്റീഷൻ? ഞാൻ പോയായിരുന്നു. എന്റെ കോൺഫിഡൻസ് എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? എന്റെ സ്കില്ലെല്ലാം കളഞ്ഞ് ഞാൻ ഇതിന്റെ പുറകെ പോയത് എന്തുകൊണ്ടാണ് അറിയാമോ? എന്റെ സ്കൂളിൽ 1 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ളവരിൽ ആരും ജാവലിന് പോയില്ല. അപ്പൊ തന്നെ ഞാൻ പേര് കൊടുത്തു, ഞാൻ ജാവലിന് പോവും, കപ്പടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അപ്പോഴും എന്നോട് ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്കുള്ള കഴിവുകളുണ്ട്, അതിന്റെ പുറകെ പോകരുതെന്നു. ബട്ട് ഐ വാസ് ലൈക്ക് സോർട്ട് ഓഫ് കോൺഫിഡന്റ് ഇൻ മൈസെൽഫ്. ഞാൻ ജാവലിനേർ നാളെ രാവിലെ ഉള്ള ജാവലിനേറിന് ഇന്ന് വൈകുന്നേരം ഇരുന്നിട്ട് ഒളിമ്പിക്സിൽ ആൾക്കാർ എങ്ങനെയാണ് ജാവലിന് അറിയുന്നത് അത് യൂട്യൂബിൽ നോക്കി പഠിക്കുകയായിരുന്നു. സ്പീഡ് കുറച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ല കാര്യം ഉണ്ടാവുമോ അങ്ങനെ ചെയ്തിട്ട്? ഒരു കാര്യമില്ല. ഞാൻ പോയി, എനിക്ക് പുറകെ വേറൊരാൾ എറിഞ്ഞു. ജാവലിന് 3 ചാൻസ് ഉണ്ട്. എനിക്ക് പുറകെ ഒരാൾ എറിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്ഥലം വിട്ടു. പിന്നീട് ഞാൻ വീണ്ടും അങ്ങനെ 2 തവണ കൂടെ കോമ്പറ്റീഷന് പോയി. ഇതേപോലെ തന്നെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒരാൾക്കുള്ള കഴിവ് വിട്ടിട്ട് വേറെത്തിന്റെ പുറകെ പോയാൽ ഉള്ള സെൽഫ് കോൺഫിഡൻസും കൂടെ പോകും എന്നുള്ള വലിയൊരു പാഠം ഞാൻ അന്നാണ് പഠിച്ചത്. വാട്ട് അബൌട്ട് യു? ഡു യു തിങ്ക് സോ? ഉള്ള കഴിവുകൾ നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ളതിന്റെ പുറകെ പോയാൽ നമുക്ക് രണ്ടും നഷ്ടപ്പെടും, ശരിയല്ലേ? ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈസ് ഈക്വൽ ടു 0. സോ സ്കിൽഡ് ആക്ടിവിറ്റീസ് ആൻഡ് അൺസ്കിൽഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അമൗണ്ട്സ് ഓൾസോ അവോയ്ഡ് ദ ലെസ് ഓഫ് ദ തിങ്സ് that you aren't great at and lacking skill. എന്തിലാണോ എനിക്ക് സ്കില്ല് ലാക്ക് ചെയ്യുന്നത്, എന്തിലാണോ ഐ ആം നോട്ട് ഗ്രേറ്റ് അറ്റ്, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അസർട്ടീവ് ആയി പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ അസർട്ടീവ് ആവണ്ടേ? യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയേണ്ട, അതിന് അത്യാവശ്യമായ അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമല്ലേ ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 2023? Yes.
നോ പറയാൻ യെസ് പറയാനും പഠിക്കണം. നമ്മൾ പഠിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയുമോ നമ്മൾ വായിച്ചു കേട്ടത്? ഡ്രഗ്സിന്റെ ഒക്കെ കാലമല്ലേ, കുട്ടികൾ എന്തെങ്കിലും കൊണ്ടുവന്ന് നീ ഇത് യൂസ് ചെയ്യാനൊക്കെ പറയുമ്പോ നോ എന്ന് തിരിച്ച് അവരുടെ അടുത്ത് സ്റ്റേൺ ആയിട്ട് പറയാൻ ഒരു കുട്ടി ഏബിൾ ആവണം. മാതാപിതാക്കളുടെ ഭാഗം അങ്ങനെ തന്നെയല്ലേ? മാതാപിതാക്കളും യെസും നോയും കൃത്യമായിട്ട് പറയാൻ കുട്ടിക്കാലം പോലെ പഠിപ്പിക്കണം. ഒരിക്കൽ Yes, sir. no Very much പറയുന്നത് right. yes, yes, right. So, we must also have a sense of control in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ടാവണം. പക്ഷെ എന്താണിത്? ഇറ്റ് മീൻസ് ബീയിങ് കണക്റ്റഡ് വിത്ത് യുവർ വാല്യൂസ് ആൻഡ് വിഷൻ. നിങ്ങളുടെ വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ആ വിഷനിലേക്ക് കണക്റ്റഡ് ആയിരിക്കുക, അതിനോടൊരു ബന്ധമുള്ള ഒരു അവസ്ഥ. ഫോർ സെറ്റിംഗ് മീനിങ്ഫുൾ ഗോൾസ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് പറ്റുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന മേഖലയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കോൺകർ ചെയ്ത് അതിലൊരു അധികാരം വരുത്തണം. യു മസ്റ്റ് ഹാവ് എ സെൻസ് ഓഫ് കൺട്രോൾ വിതിൻ യുവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മൾ കൺട്രോൾ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവും, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആവും. ആരും വിചാരിക്കാത്ത പോലെ യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് യുവർ ലാസ്റ്റ് ഇംപ്രഷൻ. അടുത്തത് പ്രോഗ്രസീവ് ആയിട്ട് വരും തോറും നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ എടുത്ത് കഴിഞ്ഞാൽ വി ബിക്കം ഒപ്റ്റിമിസ്റ്റിക്. നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും. പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത അത്രയൊരു അൺഇമാജിനബിൾ പൊസിഷനിലേക്ക് യു വിൽ ഡു ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ഓൺലി ഇഫ് യു ഹാവ് എ സെൻസ് ഓഫ് കൺട്രോൾ ഇൻ യുവർ ലൈഫ്. നമ്മുടെ ധോണിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. MS ധോണി ക്യാപ്റ്റൻ കൂൾ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ കൂൾ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത്? ഏതൊരു അവസ്ഥയിലും അദ്ദേഹം വളരെ കൂളായിട്ട് മറുപടി നൽകുകയും ഭയങ്കര അധികം ഇൻസ്പിറേഷനും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും തന്നെയാണ്. ഇന്ത്യൻ ടീമിന്റെ തന്നെ ഒരു കാലത്തെ ഐഡൽ ആയിരുന്നു അദ്ദേഹം. ക്രിക്കറ്റിന് ദൈവം എന്ന് പറയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ക്യാപ്റ്റൻ കൂൾ എന്ന MS ധോണി. അദ്ദേഹവും ഇതുപോലെ റെയിൽവേ ജോലി അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ ആളുടെ ഫാമിലി പറഞ്ഞിട്ട് ഇസ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം, അതുകൊണ്ട് ഇനി ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യാണ്ട് റെയിൽവേയിലേക്ക് പോകാൻ. അവസാനം ആൾക്ക് ആ ജോലിയില്ല, ഞാൻ ക്രിക്കറ്റിനും പോകുന്നു ഇതിനും പോകുന്നു, എനിക്ക് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ആളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ആളുടെ സിനിമയിൽ അത് എഴുതിയിട്ടുണ്ട്. MS ധോണിയുടെ പടത്തില് ആളോട് പറഞ്ഞു, ക്രിക്കറ്റില് കുറെ രീതിയിൽ ഒരാൾക്ക് പന്തറിയാൻ മേലെ, നേരെ യോർക്കർ ആയിട്ട് അറിയാം, സ്ലൈഡ് ആയിട്ട് അറിയാം, സ്പ്രിങ് ആയിട്ടും അറിയാം, ഹെലികോപ്റ്റർ ഷോട്ട് ആയിട്ടും അറിയാം. ഇതിനെല്ലാം ടാക്കിൾ ചെയ്യണമെങ്കിൽ ഓരോ രീതിയിലല്ലേ നമ്മൾ അടിക്കേണ്ടത്? നേരെ വരുന്ന പന്തിനെ നേരെ, സ്വിങ് ചെയ്യണമെങ്കിൽ സ്വിങ്, കർവ്, സ്പ്രിങ്. അതുപോലെ തന്നെ ചിലതിന് നമ്മൾ മേലേക്ക് വീശിയടിക്കണം, ചിലത് ഡിഫെൻഡ് ചെയ്യണം. ജീവിതത്തിൽ പ്രോബ്ലംസ് വരുന്നതും അങ്ങനെ തന്നെയാണ്. ചിലത് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, ചിലതിനെ കിടത്തി വെട്ടണം, ചിലത് കണ്ടില്ല എന്ന് നടിക്കണം, ചിലതാണെങ്കിൽ വി മസ്റ്റ് വെയിറ്റ്. ഓൾ ഗുഡ് തിങ്സ് ടു ദോസ് ഹു വെയിറ്റ്. അതിനുശേഷം കുറച്ച് കണ്ട് പെട്ടെന്ന് പൗൺസ് ചെയ്യണം. അപ്പോൾ ആ ഒരാൾക്ക് ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതം. കോൺഫിഡന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഡക്ക് ഔട്ട് ആയി പോകും. ഫസ്റ്റ് ബോളിൽ തന്നെ നമ്മൾ ഔട്ട് ആയി പോകും. ദാറ്റ് പേഴ്സൺ വിൽ ബിക്കം ഡിപ്രസ്ഡ്. അതിന് പകരം സെൽഫ് കോൺഫിഡൻസ് ആയി നമുക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ റിലേറ്റീവ്സിന്റെയും നമ്മുടെ ജീവിതത്തിലെയും തന്നെ ക്യാപ്റ്റൻ കൂളായിട്ട് മാറാം. ഇറ്റ് ഈസ് വെരി മച്ച് ഈസിയർ പ്രൊവൈഡഡ് ഈ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിൽ. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളോട് ടീച്ചർമാർ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് മൈസെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. പുതിയതായിട്ട് ഒരാൾ അഡ്മിഷൻ നേടി വന്ന അയാളെ സ്റ്റേജിൽ കയറി നിന്നിട്ട് പറയല്ലേ, നിങ്ങളെ തന്നെ കുട്ടികൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമെങ്കിൽ ഇറ്റ്സ് വെരി മച്ച് ഗുഡ്. സോ ചിൽഡ്രൻ ക്യാൻ നോ about yourself and you can also know about our. അതുപോലെ തന്നെ ഒരു മിറർ എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും അഡ്വാൻറ്റേജ്? നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഐ ക്യാൻ, ഐ വിൽ ഡു ഇറ്റ്, ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ, ഐ തിങ്ക് ആൻഡ് ഐ നോ ഐ ആം വർതി. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ യു വിൽ നോ യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നറിയും, എവിടെയാണ് എനിക്ക് കഴിവ്, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രഷ്യസ് ബൂൺസ്, അല്ലെങ്കിൽ എനിക്കുള്ള സ്കിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എനിക്ക് എന്തിന്റെ പുറകെ പോയാലാണ് ഉള്ളതും കൂടെ പോവുക എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് നോയിങ് അവർ സ്ട്രെങ്ത് ആൻഡ് അവർ വീക്ക്നെസ് ഗീവ്സ് us എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ സെൽഫ്. എന്റെ ഡെസ്റ്റിനി എന്താണ്, എന്റെ ആഗ്രഹം എന്താണ്, ഓർ വൈ ആം ഐ ഹിയർ എന്നുള്ളൊരു ബോധവൽക്കരണം നമുക്ക് ഉണ്ടാവണമെങ്കിൽ we must know our strengths and also our weaknesses. It is very much important in career advancement
ആൻഡ് ഡിസ്കവറിംഗ് യുവർ ഗോൾ ആൻഡ് ഡെസ്റ്റിനി. നിന്റെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ വൈ ഗോഡ് സെൻഡ് മീ ഹിയർ എന്നുള്ളതിന് ഉത്തരം കിട്ടണമെങ്കിൽ നിനക്ക് നിന്റെ കഴിവ് അറിയണം, നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ അറിയണം. എല്ലാം കൂടെ ചേർത്ത് ഒരു ഇന്റർവ്യൂവിന് ഒരാൾ പോകുമ്പോ ഓർത്ത് വെക്കാം. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു കേട്ടതാണ്, രണ്ടുപേരും അവിടെ ഉണ്ടാവും. ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിൽ ഒരാൾ എഴുതിയിരിക്കുന്നത്, ഒരാള് ഡയറക്റ്റ് ആയിട്ട് കണ്ണി നോക്കിയിട്ട് സന്തോഷപൂർവ്വം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അപ്പൊ ആൾ അതിന് ഉത്തരം നൽകുകയും ചെയ്യും. പക്ഷെ അവിടെ വേറൊരാളുണ്ട്, ആ ആൾ ഇങ്ങനെ നോട്ട് ചെയ്യും ഓരോരോ കാര്യങ്ങൾ, എവിടെയാണ് ആളുടെ ഫോൾട്ട്, എവിടെയാണ് ആളുടെ പോസിറ്റീവ് ക്വാളിറ്റീസിനൊക്കെ ആൾ നോട്ട് ചെയ്യും. ഇന്റർവ്യൂവിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് യുവർ പോസിറ്റീവ് ക്വാളിറ്റീസ്, വാട്ട് ആർ യുവർ പ്രോസ് ആൻഡ് യുവർ കോൺസ്. അത് പറയാൻ അറിയണമെങ്കിൽ ഇത് നമുക്ക് വളരെയധികം എസെൻഷ്യൽ ആണ്. ഒരു ലീഡർ ആകണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് വേണം. ഓൾസോ യു മസ്റ്റ് നോ യുവർ ലിമിറ്റേഷൻസ്. ഇറ്റ്സ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ എവറി ലിവിംഗ് ബീങ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനും ഗോൾസും വേണം സെറ്റ് ചെയ്യാൻ. ഓൾവേസ് യു മസ്റ്റ് സെറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഗോൾസ്. അത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരാള് എനിക്കറിയാം. ഇദ്ദേഹത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ രണ്ടു വാക്ക് പറയാനും കഴിയുമോ? KFC, Kentucky. യെസ് ശോഭ മാം. KFC. ഇദ്ദേഹം കണ്ടുപിടിച്ച ആള് ആരാണ്? ദിസ് അങ്കിൾ. അയാള് ഒരു പ്രത്യേകതരം KFC ചിക്കന് ഒരു പ്രത്യേകതരം ഇത് കണ്ടുപിടിച്ചാണ്. ഇതിന്റെ എന്താണ് herbs കണ്ടുപിടിച്ചിട്ട് ചിക്കനിൽ പരത്തിയാൽ അത് he was the patent of that herbs. നമ്മളൊക്കെ ഒന്ന് കാണുമ്പോ തന്നെ നമ്മൾ പെട്ടെന്ന് അമ്പരന്ന് പോകും, ഇദ്ദേഹം സാധാ ഒരു അപ്പാപ്പൻ എന്തോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു ഐഡിയ തോന്നിട്ട് പോയി ഉണ്ടാക്കിയതാണെന്നായിരിക്കും പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് യാത്ര തുടങ്ങിയത് 9ാമത്തെ വയസ്സിലാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയത് when he was 8 years old. പിന്നെ there was less income in his family and then his mother was forcibly going to work as a tomato cannery staff. ടൊമാറ്റോ ഒക്കെ വിൽക്കുന്ന കടയിലെ ഒരു ക്ലർക്കായിട്ട്, ഒരു സ്റ്റാഫായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ആൻഡ് അവനായിരുന്നു അവന്റെ കുടുംബത്തിലെ മൂത്ത സന്തതി. സോ he was left behind to cook and care for his siblings. അവന്റെ ഉള്ളിലും അവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഡു ഐ ഡിസേർവ് ദിസ്? എനിക്കിത് വേണമോ? അല്ലെങ്കിൽ ഇതാണോ എനിക്ക് വിധിച്ചിട്ടുള്ളത്? എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അദ്ദേഹം പഠിച്ചൊരു ലോയറായി. പക്ഷെ അന്നത്തെ കാലത്ത് വൈറ്റ് പീപ്പിളിന് കൂടുതൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് വളരെയധികം ഒരുതരം സമൂഹത്തിൽ കുറച്ചും കൂടെ സ്റ്റാറ്റസ് കൂടുതലായിരുന്നു. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അവർ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം പ്രതികരിച്ചു, ജോലി നഷ്ടപ്പെട്ടു. സെയിൽസ്മാൻ ആവാൻ ഇദ്ദേഹം പോയി, ജോലി നഷ്ടപ്പെട്ടു. 140 സീറ്റുള്ള ഒരു റെസ്റ്റോറന്റ് അദ്ദേഹം തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഓൺലി $40 ഇൻ ഹിസ് പോക്കറ്റ്. $40 മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഇടിമുഴക്കം ഉണ്ടാക്കി 140 സീറ്റുള്ള റെസ്റ്റോറന്റ് fall down, burnt in front of him. Then he started his own motel. മോട്ടൽ എന്ന് പറയുന്നത് ഈ കാർസ് ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽസ്, റെസ്റ്റോറന്റ്, റൂം ഒക്കെ ഉള്ളത് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന് ചതിച്ചു വന്നു. 9ാമത്തെ വയസ്സിൽ നിന്ന് തുടങ്ങി ഇദ്ദേഹം ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കണ്ടുപിടിച്ചത് റെന്റ് എടുത്തും കുറച്ചിങ്ങനെ വിറ്റും. ഇപ്പൊ 699 റുപ്പീസ് ആണ് 12 പീസ് ഓഫ് കെൻഡക്കി ഫ്രൈഡ് ചിക്കന്. നമ്മൾ ആലോചിക്കും ഇതെന്ത് ഇത്രയും വലിയ വില എന്ന്. കാരണം എന്താണ് നിങ്ങൾക്ക് അറിയാമോ? പണ്ട് ഇതിന് ഇതേ 12 പീസസിന് 0.01 സെന്റ് ആയിരുന്നു. ഇപ്പോ 100 പൈസ ഈക്വൽ ടു 1 റുപ്പി എന്ന് പറഞ്ഞ പോലെ ഡോളറിന് ഈ പൈസ എന്ന് പറയുന്ന പോലെയാണ് സെന്റ്. 0.01 സെന്റ് ആയിരുന്നു ഇതുപോലെ ഒരു ബാസ്ക്കറ്റിനാണ്. അതിനുശേഷം ഇപ്പോൾ അതിന്റെ റേഞ്ച് 700 റുപ്പീസിലും 600 കൺട്രീസിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് കേണൽ സാൻഡേഴ്സ്. 1 വർഷം, 2 വർഷം, 10 വർഷം, 20 വർഷം ഒന്നുമല്ല സുഹൃത്തുക്കളെ. From 9 years to 75 years of old, despite of thousands of rejections and failures, he became the first fast food discoverer of Kentucky Fried Chicken, and it's only because of his selfless attitude. സിഗ് സിഗ്ലർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു മഹനീയമായ ഒരു വ്യക്തിത്വമാണ് സിഗ് സിഗ്ലർ. അദ്ദേഹം ഒരു റൈറ്ററും കൂടിയാണ്. ഒരിക്കൽ ഒരു വാട്സപ്പ് മെസ്സേജ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ആയതാണ്. യുവർ ആറ്റിറ്റ്യൂഡ് നോട്ട് യുവർ ആപ്റ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമൈൻ യുവർ ഓൾട്ടിറ്റ്യൂഡ്. നിന്റെ
ആറ്റിറ്റ്യൂഡ് ആണ്. പക്ഷേ നിന്റെ ആറ്റിറ്റ്യൂഡ് അല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ അതിലേക്കുള്ള ഒരു വീക്ഷണം നിന്റെ ആറ്റിറ്റ്യൂഡ് ആണ്. വിൽ ഡിറ്റർമൈൻ യുവർ ഓൾട്ടിറ്റ്യൂഡ്. നിന്റെ ഉയർച്ച നിയന്ത്രിക്കുന്നത് നിന്റെ ആറ്റിറ്റ്യൂഡ് ആണ്. എപ്പോഴാണ് നിനക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്? അന്ന് മല പോലെ പോയാലും എലി പോലെ തിരിച്ചു വന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ എത്ര വരെ നിലനിർത്തിയെങ്കിലും ഒരു ബിസിനസ്മാന് എത്രയധികം ടെൻഷൻ അനുഭവിക്കണം. പക്ഷെ നമ്മൾ റിലയൻസ് അംബാനിനെ കാണുന്നുണ്ട്, യൂസഫ് അലിനെ കാണുന്നുണ്ട്. അവർക്ക് വളരെയധികം പോവർട്ടി അവസ്ഥയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ റിച്ച് ആയിട്ടുണ്ട്. എപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു പ്രോസസിങ് സ്റ്റേജിൽ, ഇൻപുട്ട് പ്രോസസിങ് ഔട്ട്പുട്ട് പ്രോസസിങ് സ്റ്റേജിൽ എവിടെയെങ്കിലും വെച്ചൊരു ചെറിയൊരു മാൽ ഫംഗ്ഷൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കമ്പനിയെ അൺഇൻസ്റ്റാൾ ആയി പോകും. ശരിയല്ലേ? ഒരു പെൻഡ്രൈവ് വിജക്ട് ചെയ്യണ പോലെ ആയിരിക്കും. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് അതിനകത്ത് ഫയൽസും ഫോൾഡേഴ്സും സൂക്ഷിച്ച് പെട്ടെന്ന് ഒരു വൈറസ് കയറുമ്പോഴത്തേക്കും അത് മൊത്തം പോകുന്ന ആ അവസ്ഥ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് മാറണമെങ്കിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ നാട്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ചാലോ? നമ്മുടെ നാട്ടിലുമില്ലേ പല പല വ്യക്തിത്വങ്ങളും ഇതിനെക്കുറിച്ച് പറയാൻ. ഇപ്പൊ നമുക്കൊരു ചിന്ത വരും, നമ്മൾ ഇന്ത്യക്കാരല്ലേ, പിന്നെ എന്തിനാ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കാത്തതിന്? ആ ഒരു ചിന്ത മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കാണാം. സിവിൽ സർവീസ് റിസൾട്ട് വന്ന ദിവസം സെലക്ഷൻ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ നോക്കാൻ ആദ്യക്ക് നല്ല ഉത്സാഹമായിരുന്നു. ആദ്യത്തെ നിന്റെ പേര് മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നിന്റെ ഒപ്പം എത്താനുള്ള ഓട്ടം ഞാൻ ആരംഭിക്കാൻ പോകുന്നു. ഈ വീഡിയോയിൽ നിന്ന് 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാൾ ഹോപ്പ്ലെസ് അല്ലെങ്കിൽ വെൻ സമ്മൺ ഇസ് ഡിസപ്പോയിന്റഡ്, നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ദം കോൺഫിഡന്റ് ഇനഫ് ടു റീച്ച് ദെയർ ഓൺ സുപ്രീമസി. അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ സ്കില്ല് ഡെവലപ്മെന്റിലേക്കുള്ള പാത്ത്, അതിന്റെ സോഴ്സ്, അതിന്റെ കോൺഫിഡൻസിന്റെ സോഴ്സ് എല്ലാം നമ്മളായിരിക്കും. അതേസമയം ഒരു സ്പോർട്സ് ഡേയുടെ പ്രോഗ്രാമിൽ എല്ലാ പ്രതീക്ഷകളുമായിട്ടുള്ള എത്തിയ ഒരു കൂട്ടുകാരൻ തോറ്റുപോയി. നമ്മൾ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് നീ എന്തിനാ ഈ പണിക്കൊക്കെ പോയത്, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും ആ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറാൻ കഴിയുകയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ഐ മോട്ടിവേറ്റ് ഹിം, സാരില്ല അടുത്ത തവണ നിനക്ക് മേടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ അതിൽ രാജാവായി തീർന്നേക്കാം. അതിന്റെ കൂടെ ഞാനും വളരും. സെക്കൻഡ്ലി, ദ പാത്ത് ടു സക്സസ് ഈസ് നോട്ട് ഈസി. സക്സസിലേക്കുള്ള പാത്ത് അത്ര എളുപ്പമുള്ള കാര്യം തന്നെയല്ല. അതിൽ നിങ്ങൾ കുറെ അധ്വാനിക്കേണ്ടി വരും. ഡു യു നോ പൗലോ കൊയ്ലോ? പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹം ഈ ലോകം തന്നെ എപ്പോഴും റിമെമ്പർ ചെയ്യുന്ന ഒരു സെന്റൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നീ എന്തും ചെയ്യുമെങ്കിൽ, വെറും ആഗ്രഹമല്ല, വലിയൊരു ആഗ്രഹം, തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം, എന്തിനു വേണ്ടിയിട്ടും നീ റിസ്ക് ചെയ്യുന്ന ഒരു ആഗ്രഹം. പക്ഷെ ആരൊക്കെ എതിര് പറഞ്ഞാലും നീ റിജക്ട് ചെയ്യില്ല. നീ അതിനെ തന്നെ നിന്റെ മനസ്സോട് ചേർത്ത് മുമ്പിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഡിസയർ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. അതോടുകൂടി നിന്റെ ഫിയർ എല്ലാം പമ്പ കിടക്കും. നീ നിന്റെ സെലക്ഷനും നിന്റെ ഇന്റർവ്യൂ എല്ലാം എന്ന് പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വരികയും ചെയ്യും. സോ എവ്രി വൺ വിൽ ബി വിത്ത് യു എന്നാണ് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്. പ്രൊവൈഡഡ് അതിന് മുമ്പിൽ തന്നെ വലിയൊരു ആഗ്രഹം, അല്ലാണ്ട് ചെറിയൊരു ബോൾ വരുമ്പോഴത്തേക്കും നേരത്തെ ക്രിക്കറ്റ് ഒരു ബോൾ വരുമ്പോഴത്തേക്കും പേടിച്ചു പോകുന്ന ഒരു ആഗ്രഹമല്ല, വളരെയധികം ശക്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ. ആൻഡ് ഫൈനലി, മൂന്നാമത്തെ കാര്യം, എത്ര വലിയ നിലയെത്തിയാലും ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാള് അഹങ്കരിക്കാൻ പാടില്ല. ഷുഡ് വി ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്? നമ്മൾ മോറൽ സയൻസിൽ പഠിച്ചിട്ടില്ലേ? പ്രൗഡ് ഗോസ് ബിഫോർ എ ഫോൾ. എപ്പോൾ അയാൾ അഹങ്കരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും അയാളുടെ വീഴ്ചക്കുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്.
പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു IPS കാരനല്ലേ ഒരു മേലധികാരി, ഒരു സാധാ SI-നെക്കാളും വലിയതല്ലേ ഒരു IPS കാരൻ. പക്ഷെ ഇത്രയും വലിയ നിലയിലെത്തിയിട്ടും അവൻ തന്റെ കൂട്ടുകാരനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ ഐ റിമെമ്പർ വൺ തിങ്, എത്രത്തോളം നമ്മൾ വലിയവനാകുന്നു അത്രത്തോളം നമ്മൾ ചെറിയവനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ ചെറിയവനാകുന്നു അത്രത്തോളം നമ്മൾ എന്താകും? വലിയവനാകും. സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഷുഡ് ബി എ ഓപ്പൺ ഹാർട്ടഡ് പേഴ്സൺ. ഒരിക്കലും ഒരു കഠിന ഹൃദയനാകരുത് ഒരു സെൽഫ് കോൺഫിഡന്റ് പേഴ്സണാലിറ്റി. ഒരാൾ എത്ര നന്നായിട്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്താലും, എത്ര നന്നായിട്ട് അയാൾ ഒരു കാര്യം അവതരിപ്പിച്ചാലും ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഏരിയാസ് ഉണ്ടാവില്ലേ? നോബഡി ഈസ് പെർഫെക്റ്റ്, ശരിയല്ലേ? ഒരു ക്രിറ്റിസിസം ഉണ്ടാവില്ല ഉറപ്പായിട്ടും. നമ്മൾ BEdും MEdും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ക്രിറ്റിസിസത്തിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് ഉണ്ട്. എപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റുന്നോ അപ്പൊ തന്നെ എണീറ്റ് നിന്നിട്ട് അവിടെ തെറ്റുണ്ട്, ഇത് മാറ്റണം എന്നൊക്കെ പറയും. ആ ഒരു സെൽഫ് കോൺഫിഡന്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇതെല്ലാം സ്വീകരിക്കും. പക്ഷെ അതിൽ തന്നെ ഓർത്ത് പരിതപിക്കാതെ അത് ഫോക്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത തവണ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. So why should a self-confident person be open? If you ask me, I will say only if he opens to others' suggestions, he will be hearing to his own fault and make sure he will not repeat it again. അവൻ ആ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? സക്സസിലേക്ക് അവൻ എത്താൻ കഴിയില്ല. He will also avoid success. But if he is concentrating more on his skills and also taking on the things he must improve, then he will do a presentation better than anyone else. ഒരു പഴഞ്ചൊല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാങ്ങയുള്ള മാവിന് മാത്രമേ ഒരാൾ കല്ലെറിയുള്ളൂ. അതിന്റെ ആശയം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? റോയ് സാർ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടില്ല, മാങ്ങയുള്ള മാവിന് മാത്രമേ കല്ലെറിയുള്ളൂ. അതെ, മാങ്ങ ആഗ്രഹിച്ചാലല്ലേ എറിയേണ്ട കാര്യം വരുള്ളൂ, അതില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാവുകയില്ല. കറക്റ്റ് സർ. മാങ്ങ ഉണ്ടെങ്കിലല്ലേ ആരെങ്കിലും മാവിലേക്ക് എറിയും, ഇല്ലെങ്കിൽ എന്ത് കാര്യം? അവർ ജസ്റ്റ് ആ ആളെ റിജക്ട് ചെയ്തോണ്ടിരിക്കും. സാൻഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ പാവം ചിരിക്കുന്ന ഒരാളെ മാത്രം നമ്മൾ അവഗണിക്കരുത്. ഇദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും, ഏതൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും ഇദ്ദേഹത്തിനെ പറ്റി അറിയാം. അപ്പോ മുതിർന്നവരോട് ചോദിച്ചാലും അറിയായിരിക്കും അല്ലേ? ഇമാജിനേഷൻ ലിസ്റ്റില് നന്നായിട്ട് ഈ ലോകത്തിൽ ഇമാജിനേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടായതും അത് ലോകത്തിന് പ്രൂവ് ചെയ്ത് കൊടുത്തതും ഉള്ള ലിസ്റ്റിലുള്ള വ്യക്തിത്വങ്ങളിൽ ഫസ്റ്റ് വരുന്നത് എപ്പോഴും ഇദ്ദേഹമാണ്. നമ്മുടെ റപ്പൂൺസെല്ലും സ്നോ വൈറ്റിലും ഒക്കെ എടുത്തു നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് നെയിം ഓർ ഹിസ് ഇനീഷ്യൽ വിൽ ബി ഷോൺ ദർ. എനി ഗസ്? ഓർമ്മ കിട്ടുന്നുണ്ട് ഇദ്ദേഹം ആരാണെന്ന്? ഇദ്ദേഹമാണ് വാൾട്ട് ഡിസ്നി, ഡിസ്നിലാൻഡിന്റെ ഫൗണ്ടർ. യു സി, ഈവൻ ദ മോസ്റ്റ് ഫേമസ് വാൾട്ട് ഡിസ്നി വാസ് റിജക്റ്റഡ് മോർ ദാൻ 300 times. ഇദ്ദേഹവും ഐബ് വർക്സ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ബ്രദറും കോ വർക്കേഴ്സും കൂടെ ലാഫോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ലാഫോഗ്രാം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂൺ കമ്പനിയാണ്, വളരെയധികം ഫേമസ് ആയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി വെന്റ് ബാങ്ക്രപ്റ്റ്. സെക്കൻഡ് ടൈം എഗെയിൻ അദ്ദേഹം ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ക്രോസിന് ഫ്രാൻസിൽ പോയിട്ട് ഒരു വർഷം ആംബുലൻസ് ഓടിച്ചു. പിന്നീട് അദ്ദേഹം ആർമിയിൽ ജോയിൻ ചെയ്യാൻ പോയി. ബട്ട് ദെൻ ബിക്കോസ് ഓഫ് ഹിസ് ഏജ് ക്രൈറ്റീരിയ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എഗെയിൻ ഹി വാസ് എ ഫെയിലിയർ. വീണ്ടും വീടും കൂറും എല്ലാം ജപ്തി ചെയ്തു പോയി. ഇദ്ദേഹത്തിന് ഇപ്പോ ആകെ സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സ്വന്തം ബ്രദറും $40 മാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി ടു ഡു ദി ഇമ്പോസിബിൾ, ഐ ഗോട്ട് നത്തിങ് ടു ലൂസ്. ഇദ്ദേഹം നേരെ ഹോളിവുഡിലേക്ക് പോയി ആക്ടർ ആകാൻ. എന്നിട്ട് ഇദ്ദേഹത്തിന് ആക്ടർ ആകാൻ കഴിഞ്ഞോ? ആക്ടർ ആകാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിന്? ഇല്ല. ജേർണലിസ്റ്റ് ആകാൻ ശ്രമിച്ചു, ആയില്ല. പക്ഷെ അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ്. ജിലുമോളിന്റെ ടേണിംഗ് പോയിന്റ് ഉള്ള പോലെ തന്നെ വാൾട്ട് ഡിസ്നിയുടെ ടേണിംഗ് പോയിന്റ് അവിടെയായിരുന്നു. അദ്ദേഹത്തിന് ആ മീഡിയ കമ്പനി നിന്ന് ചവിട്ടി പുറത്താക്കുമ്പോൾ ബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ജേർണലിസത്തിനും റിപ്പോർട്ടേഴ്സിനും ഒക്കെ വേണ്ടത് ഏറ്റവും കൂടുതൽ ആശയമാണ്. ശരിയല്ലേ? മാധ്യമക്കാർക്ക് ആശയം വേണ്ട, ഇമാജിനേഷൻ സ്കില്ല് നിനക്കതില്ലാണ്, അതോടെ നിന്നെ കമ്പനിക്ക് ആവശ്യമില്ല. പക്ഷെ ആ ബോസിന് അറിയാമോ, അന്ന് അയാൾ ചവിട്ടി പുറത്തേക്ക് ഇരുന്നതും എല്ലാവരും ബുള്ളി ചെയ്തിരുന്ന ആ ഒരു യൂത്ത്, ദാറ്റ് യൂത്ത് പേഴ്സൺ വിൽ ബിക്കം വേൾഡ്സ് #1 ക്രിയേറ്റർ. സ്നോ വൈറ്റിലൂടെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സും $10 to $20
ഓസ്കാർ നോബൽ പ്രൈസ് ജേതാവുമായി ഇദ്ദേഹം വാൾട്ട് ഡിസ്നി ആകുമെന്ന് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് യാതൊരുവിധ അറിവില്ലായിരുന്നു. ബട്ട് വാൾട്ട് ഡിസ്നി ഓൾവേസ് സെഡ് nothing is impossible. I got nothing to lose and it's kind of funny to do the impossible. ഇദ്ദേഹത്തിന് ഇപ്പൊ ഇത്രയും വലിയൊരു നിലയിൽ എത്തണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ മിക്കി മൗസ് ഒക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു കാർട്ടൂണിസ്റ്റ് എന്തോരം അധ്വാനിച്ചിട്ട് വേണം ഒരു കാര്യം കണ്ടുപിടിക്കാൻ. പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം, ഇദ്ദേഹത്തിന് തന്നിൽ തന്നെയുള്ള ഒരു ബിലീവൻസ് കാരണമാണ് ഇദ്ദേഹത്തിന് ഇന്ന് ഇത്രയും വലിയ, നമ്മളൊക്കെ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ he has left a footprint in all our hearts in the history of cartoons. നമ്മുടെ ഡിക്ഷണറിയിൽ A to Z ഉള്ള എല്ലാ അർത്ഥങ്ങൾക്കും ഓരോ ഡെഫിനിഷൻ ഉണ്ടാവില്ലേ, വ്യാഖ്യാനങ്ങൾ. സെൽഫ് കോൺഫിഡൻസിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബിലീവിംഗ് ഇൻ വൺ സെൽഫ് ആൻഡ് ബിലീവിംഗ് ഇൻ വൺ സെൽഫ് വർത്ത്. തന്നിൽ തന്നെയുള്ള വിശ്വാസവും തന്റെ സ്കില്ലിലുള്ള വിശ്വാസവും തന്റെ കേപ്പബിലിറ്റി ഐ ആം വർത്തി എന്നതിലുള്ള വിശ്വാസവും, ഈ മൂന്ന് കാര്യങ്ങളോട് ചേർന്നതാണ് സെൽഫ് കോൺഫിഡൻസ്. ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്, വൺ സെൽഫ്, ബിലീവിംഗ് ഇൻ വൺ സെൽഫ് വർത്ത്, including our capabilities. Growing up as a child, I would be quite envious of everybody else around me who had arms and legs, including my brother and sister at times. I was born without limbs for no medical reason, and I hated God. So why did He give me less? What did I do to deserve that? Today, I stand before you without arms and legs, but a very strong man because of the bad days in my life. You will have good days and you'll have bad days. But you will always learn something more or something new, and you will learn more overall on bad days than good days. You will learn more about yourself, you'll learn more about relationships, you'll learn about life and principles, and it'll build your character. But I tell you, there are some times in life where you fall down and you feel like you don't have the strength to get back up. Do you think you have hope? Because I tell you, I'm down here, face down, and I have no arms, no legs. It should be impossible for me to get back up. It should be impossible for me to get back up, but it's not. You see, I will try 100 times to get up, and if I fail 100 times, if I fail and I give up, do you think that I'm ever going to get up? No. For as long as I try, there's always that chance of getting up, and it's not the end until you've given up. If you didn't go what you've gone through, you wouldn't be who you are today. You may have arms and legs, but unless you know three things: number one, who are you and what your value is? Number two, what is your purpose here in life? And number three, what is your destiny when you're done here? If you don't know the answers of any of those three questions, you're more disabled than I. I've gone from a life without limbs into a life without limits. Do you know who is this personality? Nicholas Vujicic. Nicholas Vujicic. അദ്ദേഹത്തിന് he was diagnosed with tetra amelia syndrome. ജന്മന കൈകാലുകളില്ലാത്ത വളരെയധികം കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് മാത്രം വരാവുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. ബട്ട് ഹി ഈസ് ആൻ അമേസിംഗ് മോട്ടിവേഷണൽ സ്പീക്കർ. അദ്ദേഹത്തിന്റെ സ്മൈല്, അദ്ദേഹത്തിന്റെ പുഞ്ചിരി കണ്ടെത്താൻ നമുക്കറിയാം എത്രയധികം കോൺഫിഡൻസ് ഉള്ളിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടാണ് അദ്ദേഹം വെക്കുന്നതെന്ന്. സെൽഫ് കോൺഫിഡന്റ് ആണ്. ഹി വെന്റ് ഫ്രം എ ലൈഫ് വിത്തൗട്ട് ലിംസ്, ലൈഫ് വിത്തൗട്ട് ലിംസിൽ നിന്ന് ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സിലേക്ക് അദ്ദേഹം കരകയറിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഉണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ഇന്നത്തെ റേറ്റ് 80 lakhs for one talk. 80 lakhs. 80 lakhs. So, ഇദ്ദേഹം ക്ലാസ് 10th പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും ഇദ്ദേഹത്തിന് ടെട്രാമേലിയ സിൻഡ്രോം കാരണം ഹി വാസ് ദ മെയിൻ സെന്റർ. അല്ലെങ്കിൽ ഇവനെ മാത്രമേ എല്ലാവരും എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നത്, ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരുന്നത്, എപ്പോഴും അവനെ കരയിപ്പിക്കുന്നതായിരുന്നു ആൾക്കാരുടെ ഹോബി. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഞാനിപ്പോ ഒരു ക്ലാസ് 10ൽ പഠിക്കുന്ന ഒരാളാണ്. ചെറിയ കുട്ടിയല്ല, വലിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ അത് നാണക്കേടാണ്. അതുകൊണ്ട് നിക്കോളാസ് എന്ത് ചെയ്തു, നേരെ സ്കൂളിന്റെ ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് ഹി ഹിറ്റ് ഹിസ് ഫീലിങ്സ് ആൻഡ് ക്രൈഡ് എ ലോട്ട്. നിക്കോളാസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ആയ ഉണ്ടായിരുന്നു. വേറെ ആരും മിണ്ടാത്ത ഒരാളാണ്. അപ്പൊ നിക്കോളാസിനെ കണ്ടപ്പോ പെട്ടെന്ന് ആയ നിക്കോളാസിന്റെ അടുത്ത് വന്നു. എന്നെ നിക്കോളാസിനോട് ചോദിച്ചു, നിക്കോളാസ്, നീ എന്തിനാണ് ഈ പറയുന്ന കരയുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
നിക്കോളാസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ കൂട്ടുകാർക്ക് ദൈവത്തിനെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. നിക്കോളാസ് ചിന്തിച്ചു, ശരിയാണല്ലോ, എനിക്കറിയാവുന്ന എന്റെ ദൈവത്തിനെ കുറിച്ച് ഞാൻ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കും. അവൻ സന്തോഷത്തോടെ പോയി കൂട്ടുകാർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചു, നീ ദൈവത്തിനെ കുറിച്ച് ഇത്രയും പുലമ്പുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്തുകൊണ്ടാണ് നിന്നെ ഒരു ജീവച്ഛവമാക്കി സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ നിക്കോളാസ് പതറിപ്പോയി. പെട്ടെന്ന് ആള് വീണ്ടും ആ ആയരെടുത്തു പോയി പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്നെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ തള്ളിയിട്ട് കൊന്നാൽ പോലും ഞാൻ ഒന്നും പറയുകയില്ല. കോടാനുകൂടി പുണ്യം നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. ചെറുതായിരിക്കുമ്പോൾ 5-6 തവണ സൂയിസൈഡ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും he failed at that miserably. അപ്പോൾ the sweeper lady told him something. ഇപ്പോൾ നിന്നെ അവഗണിക്കുന്ന, ഇപ്പോൾ നിന്നെ വെറുക്കുന്ന, ഇപ്പോൾ നിന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ഈ ലോകം ഒരിക്കൽ നിന്റെ വാക്കുകൾക്ക് കാതോർക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് he has made you something like this, what your friends are saying. But that same God will reach you at an unimaginable position. ഇത് അതിനായി വെറും ഒരു മുന്നോടി മാത്രം. അന്ന് വെറും ചാക്കോമാശി പറഞ്ഞ ഒരു ഓട്ടക്കാരനായിട്ടുള്ള ഈ നിക്കോളാസ് ഫുജിക്ക് ഇന്നത്തെ 80 lakh പേഴ്സണാലിറ്റി ആകണമെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് പുറമേ നോക്കുമ്പോൾ എക്സ്റ്റേണൽ ബ്യൂട്ടി ഇസ് ഡിസീവിങ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കിടന്നു ചെല്ലണം. അപ്പോൾ മാത്രമേ ഒരാളുടെ ഉള്ളിലുള്ള ഡിറ്റർമിനേഷനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എവിടെയും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും സെൽഫ് കോൺഫിഡന്റ് പേഴ്സണാലിറ്റി എന്ന് പറയാൻ കഴിയുകയില്ല. എ സെൽഫ് കോൺഫിഡന്റ് പേഴ്സൺ ഇസ് ഓൾവേസ് someone with a positive mentality within oneself. എന്തിനോടും തന്നെ വെറുക്കുന്നവരോട് പോലും ഒരു ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി, ഒരു നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വം ആയിരിക്കും ഒരു സെൽഫ് കോൺഫിഡന്റ് പേഴ്സണാലിറ്റി. അങ്ങനെ ഒരാൾക്ക് മാത്രമല്ലേ ബാക്കിയുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ പറയൂ, ഒരു കൗൺസിലർ ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ തെറാപ്പിയിലൂടെ? No use. There should always be a source of personality, and that personality should always be having a good mentality within oneself. എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം, ഇലോൺ മസ്ക്. ഇദ്ദേഹം പേപ്പാൽ കണ്ടുപിടിച്ചു, മണി സെൻഡ് ആൻഡ് റിസീവ് ആപ്പ്. ഇദ്ദേഹം 10th he was bullied so much, but he overcame his odds and difficulties. വളരെയധികം പൂർ പോവർട്ടിയിലെ ജീവിച്ചിരുന്ന ഇദ്ദേഹം ഇന്ന് ലോകം കണ്ട ബില്യണറായി. ട്വിറ്റർ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ താഴെയാണ്. ട്വിറ്റർ ഇപ്പോൾ ഇദ്ദേഹമാണ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാർസിന്റെ പ്ലാനറ്റിൽ പോയിട്ട് ഫെററി ഓടിച്ചിട്ട് നമുക്കെല്ലാവർക്കും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത ആളാണ് ഇദ്ദേഹം. ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കവറി. ന്യൂറാലിങ്കിനെ പറ്റി നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിനിനെ ചിപ്പുമായിട്ട് ഘടിപ്പിച്ചിട്ട് നമ്മളെ റോബോട്ടാക്കി മാറ്റുന്ന ഒരു പ്രത്യേകതരം, നമുക്കൊന്നും സ്വപ്നങ്ങളിൽ മാത്രം ഊഹിക്കാൻ കഴിയുന്ന വിദ്യയാണ് ന്യൂറാലിങ്ക്. അത് കണ്ടുപിടിച്ച ഒരു മാന്ത്രികനാണ് ഇലോൺ മസ്ക്. ഫുട്ബോൾ പ്രേമികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. സാബു സാറിനും റോയ് സാറിനും ഫുട്ബോൾ ഇഷ്ടമാണോ? ഫിഫ വേൾഡ് കപ്പ് എങ്ങനെയുണ്ടായി? പെലെ ഇദ്ദേഹമാണ് കിങ് ഓഫ് ഫുട്ബോൾ. പക്ഷെ എങ്ങനെ? ഇദ്ദേഹം 1283 ഗോൾസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഗോൾ അടിച്ചുകൊണ്ടല്ല ഇദ്ദേഹത്തെ ഓർക്കുന്നത്, ഇദ്ദേഹത്തിന്റെ അത്രയ്ക്കും കോൺഫിഡൻസ്, ഇദ്ദേഹം ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഗുഡ് ടീച്ചിങ്സ്, അതാണ് ഇദ്ദേഹത്തിനെ എഡ്സൺ ഡി നാസിമെന്റോനെ ഇന്ന് ലോകം കാണുന്ന പെലെ ദ കിങ് ഓഫ് ഫുട്ബോൾ ആക്കി മാറ്റിയത്. ഹി ഡൈഡ് റീസെന്റ്ലി. എനിക്ക് ഏറ്റവും കൂടുതൽ ഫിസിക്സിൽ ഇഷ്ടമുള്ള സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം. ഹോക്കിങ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ഔട്ട്സ്റ്റാൻഡിംഗ് തിയോറിറ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്. ഇദ്ദേഹം ട്രെയിനിൽ ഇരുന്നിട്ട് ഒരിക്കലും ഇങ്ങനെ, നിങ്ങൾക്കറിയാം നമ്മള് ചായയോ കടലയൊക്കെ ഉണ്ടാക്കാൻ നമ്മളത് ഷുഗർ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റീർ ചെയ്യും ഡിസോൾവ് ആക്കാൻ. ഇദ്ദേഹം അതുപോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹം പെട്ടെന്ന് കാര്യം കണ്ടുപിടിച്ചു. യുറേക്ക, ബ്ലാക്ക് ഹോൾ തിയറി. ഭൂമി, ദ വേൾഡ് ഹാസ് നോ ബൗണ്ട്, ഇറ്റ് ഈസ് ഹാവിംഗ് ആൻഡ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം എ ബ്ലാക്ക് ഹോൾ തിയറി. ഇത് കണ്ടുപിടിച്ച് he is saying there is no God, only hope. ആ തിയറിയും ഇദ്ദേഹം തന്നെയാണ് ഇൻവെന്റ് ചെയ്തത്. ഇദ്ദേഹത്തിന് MND ആയിരുന്നു, മോട്ടർ ന്യൂറോ ഡിസീസ്. ബ്രെയിൻ അല്ലാതെ ബാക്കിയുള്ള വോളണ്ടറി ആയിട്ടുള്ള എല്ലാ ലിംസ്, കൈയും കാലുകളൊന്നും ചലിപ്പിക്കാൻ പറ്റില്ല. പാർക്കിൻസണിനേക്കാളും 1000 ഇരട്ടി വേദനാജനകവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിലൂടെ ഇദ്ദേഹം കടന്നുപോയി. പക്ഷേ കാലിഫോർണിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടും 1-on-1 ഇന്റർവ്യൂസ് ഉപയോഗിച്ചിട്ടും നൗ
is one of the world's most remembered English theoretical scientist contributor ആയി ഹോക്കിങ്സ് മാറി. You must have all known about this. ആരെ അറിയില്ലെങ്കിലും ഇദ്ദേഹത്തെ മാത്രം ഒരിക്കലും ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. ആരായിരിക്കും ഇത്? കൺഫ്യൂസ്ഡ് ആവല്ലേ കേട്ടോ. തോമസ് ആൽവ എഡിസൺ. ഇദ്ദേഹമാണ് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. 9999 തവണയും ഇദ്ദേഹം ബൾബ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി. അവസാനം ഇദ്ദേഹത്തിന്റെ വൈഫും കൂട്ടുകാരും റിലേറ്റീവ്സും എല്ലാവരും പറഞ്ഞു ഇത് നിർത്താൻ, ഇതെന്തൊരു പൊട്ടത്തര താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇത് ഇനിയും താൻ ഒരു കോടി തവണ എത്ര തവണ താൻ ചെയ്താലും തനിക്കിത് കണ്ടുപിടിക്കാൻ കഴിയില്ലാണ്. പക്ഷെ അപ്പോഴും ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു 9999 ടൈംസ് ഞാൻ ഫെയിൽ ചെയ്തപ്പോ ഞാനൊരു കാര്യം നോക്കി, ഇതൊക്കെ റോങ് ഫിലമെന്റ് ആണ്. ഐ വാസ് ഗെറ്റിംഗ് യൂസ് ദ റോങ് ഫിലമെന്റ് ഹൗ ടു കൺസ്ട്രക്ട് എ ബൾബ്. 10,000ാമത്തെ തവണ ഹി സക്സീഡഡ്. ബിഫോർ ഡിസ്മിസിംഗ് ഹിം ഫ്രം സ്കൂൾ അദ്ദേഹത്തിന്റെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞിരുന്നു, 3000 ജന്മങ്ങൾ കഴിഞ്ഞാലും നിനക്ക് ക്ലാസ് പാസ്സാവാൻ പറ്റില്ല. ഇദ്ദേഹം 3000-ലധികം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ട്രാൻസിഷൻ അദ്ദേഹത്തെ പുറത്തേക്കാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയാളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പറ്റും, എന്റെ മോനാരാണ് എനിക്കറിയാം, നിനക്കറിയാം, നിനക്ക് പറ്റും, വേറൊരാളല്ല നിന്നെ ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് നമ്മുടെ സ്കിൽസിനെ ജഡ്ജ് ചെയ്യേണ്ടത്. ഇന്റർനാഷണലിനെ വിട്ട് ലോക്കലിലേക്ക് പോകുമ്പോൾ തനി തൃശ്ശൂർക്കാരനായിട്ടുള്ള നമ്മുടെ സ്റ്റീഫൻ ഡേവിസിനെ നമുക്ക് പിടിക്കാം. ഹി വാസ് അഫക്റ്റഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ. അദ്ദേഹത്തിന്റെ ഫാദർ ഫ്യൂണറലിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റും കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. പാസ്റ്റർ പറഞ്ഞു, ഇവൻ ഇവിടെ കിടന്ന് മരിക്കാനുള്ളവനല്ല, സ്റ്റേജിൽ കിടന്ന് തിളങ്ങാനുള്ളവനാണ്. ദ പാസ്റ്റർ വാസ് നോട്ട് റോങ്. അതിനുശേഷം ലോകം കണ്ടത് ഒരു കീബോർഡ്, ഗിറ്റാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗിറ്റാറും കീബോർഡിന്റെയും ഒരുമിച്ച് ഒറിജിനലായിട്ട് സൗണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള അദ്ദേഹത്തിനെ മാസ്റ്റർ ബ്ലാസ്റ്റർ ആക്കിയതും AR റഹ്മാനെയൊക്കെ പോലെ ഏറ്റവും കൂടുതൽ കീബോർഡ് പ്രേമികളുടെ ഇടയിൽ ഒരു നായകനാക്കിയതിന്റെയും കാരണം അദ്ദേഹത്തിന്റെ തന്നിൽ തന്നെയുള്ള ആത്മവിശ്വാസം മാത്രമാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, അന്ന് എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസമില്ലെങ്കിൽ, എനിക്ക് എന്നിൽ തന്നെ ഉയർത്തെഴുന്നേക്കാൻ കഴിയും എന്നുള്ളൊരു ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നിൽ എത്തിപ്പെടില്ലായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും? ദൈവം ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ടുണ്ട്. സാരമില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത തവണ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും. ദിസ് വീഡിയോ ഇസ് വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ അവർ ഡെയിലി ലൈഫ്സ്. കുട്ടികളെ പറ്റിയാണ്. Best of luck, Sneha. सपना तो Come on, Sneha, डर मत. तू बेस्ट है, तू कर सकती है. Come on. सपना तो सपना होता है, ना कोई बड़ा ना कोई छोटा होता है. मम्मी मेरी कहती है, सपने देखो खुल के देखो, सपने पर तुम अपने देखो. मम्मी मेरी कहती है. करण, आपकी बारी. Come on, Karan, all the best. करण, तोड़ दे, फोड़ दे. तेरे हाथ फैला दे. तू अपनी मम्मी का स्ट्रांग करा दे. आयुष, sit down. करण, तू हार मत मान. तू फिर से ट्राई कर. तू कर सकता है. Come on. आयुष, come here. I said come here. मैं हाथ ऊपर कर. दीवार की तरफ मुड़ जाओ. जाओ. आयुष, तालियां बहुत हो गई. आपने अपनी मम्मी से क्या सीखा है, बताइए. सर, भरोसा करना. मम्मी कहती है कि अगर कोई भी अपना हौसला खो देता है तो उसका भरोसा बनना चाहिए.
हौसला डबल हो जाता है। So what do you learn from this video at last? സ്കൂളില് You should be a motivator to for others. Whenever others feel hopeless, we must give them confidence. KGF എന്ന് പറഞ്ഞ പടത്തില് ആ അമ്മ എല്ലാവരും ഓർക്കണില്ലേ? ആ അമ്മ മോനോട് പറയുന്നുണ്ട്, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിന്റെ പുറകെ 1000 പേരുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നീ യുദ്ധം ചെയ്യുന്നതെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാം. പക്ഷേ നീ മുമ്പിലുണ്ടെന്ന ധൈര്യത്തിൽ പുറകിലുള്ള 1000 പേർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഈ ലോകം കീഴടക്കാമെന്ന്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തരാനും നമ്മളെ ജയിപ്പിക്കാനും 1000 പേരൊന്നും വേണ്ട, ചങ്ക് പറിച്ചു തരാൻ ഒരാളുണ്ടായാൽ മാത്രം മതി. പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് നിർഗളമായിട്ടുള്ള ഇൻവെൻഷൻസും ഡിസ്കവറീസും ലോകത്ത് തന്നെ നടക്കുന്ന ഷോക്കിംഗ് ഫാക്ട്സും ആയിരിക്കും. ഒരു സോൾമേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു ഫ്രണ്ട്, ഒരു ട്രൂ ഫ്രണ്ട്. എന്റെ ക്ലാസ്സില് ഒരാൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്, അംഗീകരിച്ചിരുന്നു. പക്ഷേ ഈ മാത്സ് ഇതിലൊരാൾ ഫെയിലായി. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഉഴപ്പുന്ന ഒരാളാണ്. അവനെ എപ്പോഴത്തെയും പോലെ ഒരാൾ പറയുകയാണ്, നിനക്ക് പറ്റില്ല, നീ എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കും, നീ എത്ര തവണ ഇൻസ്പൈറ്റ് ഓഫ് യുവർ ഹാർഡ് വർക്ക് യു വിൽ നെവർ സക്സീഡ്, യു വിൽ ഓൾവേസ് ഫെയിൽ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത തവണ അവൻ ചിലപ്പോൾ സ്കൂളിനെ ഔട്ടായി പോയേക്കും അവന്റെ മാർക്ക് കാരണം. അതേസമയം നിനക്ക് പറ്റും, നീ ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട, നീ നിന്റെ കഴിവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻസ്റ്റിൽ ഡബിൾ ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിം. അവൻ അതിൽ രാജാവായി തീരും. അവൻ ചിലപ്പോ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ ആയെങ്കിലോ എന്താ ചാൻസ് ഇല്ലേ? അതിൽ ആ ഒരു ടേണിംഗ് പോയിന്റിന് വന്നിട്ട് ആ ഒരു ട്വിസ്റ്റ് മതി, അതിന്റെ കൂടെ ഞാനും വളരും. നിങ്ങൾ ചിന്തിക്കൂ. നമുക്കൊരു റീക്യാപ്പിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞ ക്വാളിറ്റീസ്? ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സെൽഫ് കോൺഫിഡന്റ് പേഴ്സണ് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഹാവ് എ സെൻസ് ഓഫ് കൺട്രോൾ ഇൻ യുവർ ലൈഫ്, അത് നമുക്ക് വേണം. അപ്പോൾ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ടാക്കിൾ ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ ടെൻഷനോ സ്ട്രെസ്സിനോ കാരണം ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിനെ എത്രയധികം നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയുന്നു അത്രയധികം സ്ട്രെസ് കുറയുകയാണ് ഉണ്ടാവുക. അതേസമയം പ്രോബ്ലംസ് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണെങ്കിൽ സ്ട്രെസ് ലെവൽ കൂടും. യു നോ യുവർ സ്ട്രെങ്സ് ആൻഡ് യുവർ വീക്ക്നെസ് വെരി വെൽ. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു ഓപ്പൺ ഹാർട്ടഡ് പേഴ്സൺ ആയിരിക്കണം. ക്രിറ്റിസിസം ഉണ്ടാവണം. എത്രയധികം വലിയവനാകുന്നു അത്രയധികം ചെറിയവൻ, എത്രയധികം ചെറിയവനാകുന്നു അത്രയധികം വലിയവൻ. Believe in oneself and one's self-worthiness, and most important, have a positive mentality within yourself. ഈ ഒരു ടോപ്പിക്, ഈ ഒരു സെഷൻ ഇവിടെ കഴിയുന്നില്ല. എല്ലാ ദിവസവും നമുക്ക് സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സണെ കാണാൻ പറ്റും. നിങ്ങളിലൂടെ ലോകത്തിനവർക്ക് സമ്മാനിക്കാനും പറ്റും. നമുക്ക് ടുഗദർ ആയിട്ട് സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ലോകത്തെ പേഴ്സണാലിറ്റീസിനെ നമുക്ക് സമ്മാനിക്കാം. വിത്ത് ദിസ് ഐ കൺക്ലൂഡ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു ഡാൻ, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. നമുക്ക് വിജയരാമൻ സാർ ഒന്ന് കമന്റ് സ്റ്റാർട്ട് ചെയ്യും. വിജയരാമൻ സാർ. Great. I remember my Toastmaster time. I'm an advanced communicator in Toastmaster Club. So I remember that time. You are a very good motivational speaker. Congratulations. Thank you so much, sir. Yeah. You did it very well. You were confident in all your words, and you had a good verbal and non-verbal communication. That is the most important thing. Non-verbally, you are performing. That means you are trained well. You have utilized much of your time to speak like this. That needs very big applause is to be given to you, because at this age to develop this means you can go a very, very high position. Okay, so
Be confident. You are talking about confidence, and your words and your facial expressions were telling us that you are confident. So I would like to motivate you to become a best speaker of this world. I said this world. Okay. Remember, yeah, remember that always. Okay. Thank you for giving us such a good class. Always, sir. Roy, sir. And സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആകുന്ന ഒരു കുട്ടി ആണ് ഞാൻ. കാരണം ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മോട്ടിവേഷനുള്ള പോയിന്റുകളെല്ലാം മനസ്സിലാക്കി വെക്കുകയും അത് നല്ല വ്യക്തമായി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ദാൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഓക്കെ. പിന്നെ ആ പ്രസന്റേഷൻ്റെ സീരിയസ്നെസ്സും എല്ലാം അതുപടി ഉൾക്കൊള്ളുകയും അതിന് സപ്പോർട്ടീവായിട്ട് ഹിസ്റ്ററി ആണ് കൊണ്ടുവന്നത് മോട്ടിവേഷനായിട്ട്. കാര്യം പല ഫോട്ടോകളും കാണിച്ചെങ്കിലും ഫോട്ടോ കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുവാനുള്ള വേർഡ്സ് തിരഞ്ഞെടുത്തത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. Joseph John, sir, please. ജോസഫ് സാറെ കേൾക്കുന്നുണ്ടോ? ജോർജ് സാർ. അനിത മാം. Okay, sir. Excellent speech. Self-confidence will give a better place to our master. Okay, sir. That it is the wonderful speech that I ever heard. Okay, thank you. ജോസഫ് ജോൺ സാർ പറഞ്ഞോളൂ. യെസ്, നമസ്കാരം. ഞാൻ ഒരു 8 കിലോമീറ്റർ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് എന്ന് ഡാൻ്റെ ഒരു മാസ്റ്റർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ 7:10 പ്ലാറ്റ്ഫോമിൽ കയറി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ബസ്സിൽ പോരായിരുന്നു. പക്ഷേ ഈ ടോക്കിൽ ഞാൻ മുഴുകി റോഡിന്റെ ഒരു വശം ചേർന്ന് ഇങ്ങനെ നടന്നു പോരുകയായിരുന്നു. ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റി. എക്സലന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിലപ്പുറമാണ്. എത്ര അടുക്കും ചിട്ടയോടും കൂടിയാണ് താൻ ഒരു ഇരുത്തം വന്ന എന്താണ് സ്പീക്കറെ കുറിച്ച് പോലെ ആണ് ഇത് പ്രസന്റ് ചെയ്തതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മെസ്സേജിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങാൻ ഡാനിന് ഈ ഒരു പാത്തിലേക്ക് വന്നത് ഒരു നിമിത്തം എന്നാണ് ഞാൻ പറയുക. വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡാൻ സെബാസ്റ്റ്യൻ. കണ്ടന്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല, എല്ലാം സെലക്റ്റഡ് പക്ക. അതുപോലെ എല്ലാം ഒരു ഐഡിയൽ പ്രസന്റേഷൻ എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു പ്രസന്റേഷനാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സാബു സാർ ഓൾസോ. അവരുടെ ഡാൻ സെബാസ്റ്റ്യന്റെ പേരൻസിനും നന്ദി പറയുന്നു. ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ലൊരു പ്രതിഭയെ വളർത്തിയെടുക്കുന്ന പേരൻസിനെയും ഞാൻ അനുമോദിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ജോഷി സാർ, ജോഷി സാർ കേൾക്കാമോ? എല്ലാവരും മാസ്റ്റർ ഡാൻ യഥാർത്ഥത്തിൽ ഒരു മാസ്റ്റർ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ദൈവികമായ സ്പർശം ഈ കഴിവിന്മേൽ ഉണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അത് കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു 9ാം ക്ലാസ്സുകാരൻ ആ നിലയ്ക്ക് അപ്പുറം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഡാനിൻ്റെ പേരൻസ്
ഈ ആദ്യന്തം ഇതിൻ്റെ അകത്ത് സംബന്ധിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ സപ്പോർട്ട് ചെറുതല്ല. തുടരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. സരസ്വതി മാം കേൾക്കുന്നുണ്ടോ? അബ്ദുൾ റഹീം സാർ. കൺഗ്രാറ്റുലേഷൻ മാസ്റ്റർ. വളരെ എഫക്റ്റീവായിട്ട് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. യാതൊന്നും ഒരു ക്രിറ്റിസിസും ആർക്കും ഒന്നും കണ്ടെത്താൻ പറ്റാത്ത എല്ലാവിധ ഈ മോട്ടിവേഷൻ സ്പീക്കറിന് വേണ്ട എല്ലാവിധ ക്വാളിറ്റിയും ഉണ്ട്. മാത്രമല്ല കണ്ടന്റ് വളരെ റിച്ച് ആയിരുന്നു. നല്ലൊരു ഭാവിയുണ്ട്. ഇനിയും പ്രിപ്പയർ ചെയ്ത് ഇങ്ങനത്തെ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു മോട്ടിവേറ്റഡ് സ്പീക്കർ ആവാൻ വേണ്ടി എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. വേറെ ആരാണ് പറയാനുള്ള? സരസ്വതി മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ ഡാൻ, വണ്ടർഫുൾ പ്രസന്റേഷൻ. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന വിഷയത്തിന് ഡാൻ തന്നെയാണ് കറക്റ്റ് മാതൃക. വെരി ഗുഡ്. നല്ല മനോഹരമായി പ്രസന്റ് ചെയ്തു. എല്ലാ ഉദാഹരണങ്ങളും നന്നായിരുന്നു. എല്ലാ വീഡിയോസും എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള പോയിന്റ്സുകളാണ് ഡാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഡാനിനെ ഒന്നും കൂടെ എൻകറേജ് ചെയ്യാൻ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു. ഞാനൊരു ഡ്രൈവിങ്ങിലായതാണ് എനിക്കത് സാധിച്ചില്ല. എങ്കിലും ഡാൻ വളരെ കൃത്യമായിട്ട് എല്ലാം ചെയ്തു. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഡാനിനെ സപ്പോർട്ട് ചെയ്യൂ. ഇനി ആരാ പറയാത്തത്? ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു ഡാൻ. വളരെ സന്തോഷം. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് റെഡി ആയിട്ട് വരിക. ഏതെങ്കിലുമൊക്കെ ചില പോയിന്റ്സ് ഒക്കെ ഒരു വിഷയം കൂടെ ഉണ്ടല്ലേ? ഏതാ വിഷയം ലാസ്റ്റ് എടുത്തത്? അമ്മ എന്ന വിസ്മയം അല്ലേ? ഓക്കെ, നമുക്കത് ഫ്രീ ആകുമ്പോൾ ഒന്ന് പറയൂ. നമുക്കത് ടോപ്പിക് ഇവിടെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പേരൻസിനും സാം മാമിനും അതുപോലെ സെബാസ്റ്റ്യൻ സാറിനും പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഡാനെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അതൊരു മാതൃക തന്നെയാണ്. വളരെ മനോഹരമായി ഈ സമയത്ത് ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നർച്ചർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി കൂടിയാണ്. അപ്പൊ അതിനും പ്രത്യേകം നന്ദി. സെബാസ്റ്റ്യൻ സാർ എന്തെങ്കിലും പറയുന്നോ? അൺമ്യൂട്ട് ചെയ്യും സാർ. അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം, പറയൂ. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഡാനിന് ഞങ്ങള് പ്രത്യേകിച്ച് അവൻ അങ്ങനെ ഒത്തിരി ഇതൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും അത് അവന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്. അതിങ്ങനെ ഒന്ന് കൂടുതലായിട്ട് ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. ടീച്ചർ പറയും. താങ്ക് യു സാബു സർ. ഇന്ന് ഡാന് ഇപ്പം 3 ടോട്ട്സില് വെബിനാർ 3 എടുത്തു. മാറ്റിന് വെബിനാറിന് 2 എടുത്തു. അവന് വളരെ തിരക്കുള്ള സമയമാണ്. 10ാം ക്ലാസ്സിന്റെ പോർഷൻ ICC സിലബസ് ആയതുകൊണ്ട് തുടങ്ങി. പക്ഷെ റണ്ണിങ്ങിന് എൻഡിലും അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസന്റേഷന് യാതൊരു ഹെൽപ്പും ഇല്ല. ഡാൻ തന്നെയാണ് എല്ലാ PPT കാര്യങ്ങളും വീഡിയോസും എല്ലാം ചെയ്യുന്നത്. ദൈവം അവന് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സജഷൻസും സപ്പോർട്ടും പ്രേയേഴ്സും എപ്പോഴും ഡാന്റെ കൂടെ ഉണ്ടാവണം എന്ന ഏറ്റവും സ്നേഹത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു ചാൻസ് ഡാനിന് നൽകിയതിനും സാബു സാറിനും ആ ടീമിനും വളരെയധികം സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രേയേഴ്സിൽ എപ്പോഴും ഡാൻ ഉണ്ടാവണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാരണം. ഇന്നലെ അവന്റെ ക്ലാസ്സിൽ അവിടെ ഒരു കണ്ണീർ പ്രപഞ്ചമായിരുന്നു. ടോട്ട്സിൽ അമ്മ എന്ന വിസ്മയം വളരെ ടച്ചിങ് ആയിട്ടാണ് ഡാന്റെ ക്ലാസ് പോയി. എല്ലാവരും അവിടെ ഇരുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം അതിന്റെ ഫീലിങ്ങില് ഭയങ്കരമായിട്ട് ടെൻസ്ഡായി. ദൈവം കൂടുതൽ
അറിവും കഴിവും നന്മയും അവന് നൽകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രണ്ടുപേർക്കും. ഡാൻ്റെ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അഭിനന്ദിക്കാം, അത് സന്തോഷിക്കാം. നമ്മളെ വഴി കാട്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഡാൻ ചെയ്യട്ടെ. ഡാൻ അതിനുള്ള കപ്പാസിറ്റി എല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഹി വിൽ ബി ഓൾവേസ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. സോ എല്ലാ അഭിനന്ദനങ്ങളും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഡാനിന് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ അടുത്ത സെഷനിലേക്ക് വീണ്ടും നമുക്ക് ഉടൻ തന്നെ എത്താം. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, എനിക്ക് തോന്നുന്നു ഡാൻ ഈ ഡ്രഗ്സിനെ കുറിച്ചൊരു ടോപ്പിക് എടുക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ പവർഫുൾ ആവും. കൂടുതൽ പവർഫുൾ ആണ്, കൂടുതൽ അതൊരു അവയർനെസ് ആവുകയും ചെയ്യും. നിങ്ങളുടേതായ രീതിയിൽ അതെങ്ങനെയാണെന്ന് നോക്കി കാണുന്ന രീതിയിൽ അത് അവതരിപ്പിക്കും, കൂടുതൽ ഗുണകരമാവും. എനിക്ക് തോന്നുന്നു മനോജ് സാറിനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കണ്ടന്റ് കിട്ടും തോന്നുന്നു. മനോജ് കൃഷ്ണേശ്വരി എന്ന് പറഞ്ഞ സാറല്ലേ? സാറിനോടൊന്ന് സംസാരിച്ചിട്ട് അവർ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ടോപ്പിക് ആയിരിക്കും. കാരണം നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നും കൂടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഗുണകരമായിരിക്കും. ഓക്കെ, താങ്ക് യു ഡാൻ. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു, പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോമിന്റെ പേരിൽ. താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. സീ യു.